praise and thank my Lord for giving this wonderful opportunity to stand before you and share the word of God, though I am unworthy of any of the least of these blessings Lord has given these days. ദൈവം എനിക്ക് ഈ നാളുകളിൽ നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും ചെറിയതിന് പോലും അനർഹനായ എനിക്ക് ഇന്ന് നിങ്ങളുടെ മുൻപാകെ നിന്ന് തിരുവചനം പങ്കുവയ്ക്കുവാൻ കർത്താവ് നൽകിയ ഈ അത്ഭുതകരമായ അവസരത്തിനായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. Praise be to God. ദൈവത്തിന് സ്തോത്രം. Standing in the grace of God, I want to read a verse from the Holy Bible. ദൈവത്തിന്റെ കൃപയിൽ നിന്നുകൊണ്ട് വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരു വേദവാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. Shall we all open our Holy Bible to the book of Deuteronomy, chapter 1, verse 11, last line. നമ്മുടെ വിശുദ്ധ വേദപുസ്തകത്തെ ആവർത്തന പുസ്തകം 1-ാം അധ്യായം 11-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് തുറക്കാം. Deuteronomy, chapter 1, verse 11, last line. ആവർത്തന പുസ്തകം 1-ാം അധ്യായം 11-ാം വാക്യം അവസാന വരി. താൻ നിങ്ങളോട് അരുളി ചെയ്തതുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ. And bless you as he had promised you. And bless you as he has promised you. താൻ നിങ്ങളോട് അരുളി ചെയ്തതുപോലെ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അരുളി ചെയ്തതുപോലെ എന്നല്ല, അതിലവിടെ ഇരിക്കുന്നെങ്കിൽ അങ്ങനെ. Lord will bless you as he has promised you. ദൈവം നിങ്ങളോട് വാഗ്ദാനം ചെയ്തതുപോലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. Praise be to God. ദൈവത്തിന് സ്തോത്രം. Dear children of God, പ്രിയ ദൈവമക്കളെ, dear friends, പ്രിയ സ്നേഹിതരെ, this night I want to introduce a God of blessing to you. ഇന്ന് രാത്രി അനുഗ്രഹത്തിന്റെ ദൈവത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. We all have come unto his presence to receive blessings and some other things also. നാം എല്ലാവരും തന്റെ സന്നിധിയിൽ വന്നിരിക്കുന്നത് അനുഗ്രഹവും മറ്റു ചില കാര്യങ്ങളും പ്രാപിക്കുവാൻ വേണ്ടിയാണ്. And all are desiring, all has pleasure, all has joy when we hear about blessing. If hearing the blessing is so much joy, how much more when we enjoy or when we receive that from God. അനുഗ്രഹങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും വലിയ ആനന്ദമാണ്, വലിയ സന്തോഷമാണ്. എല്ലാവരും അത് ആഗ്രഹിക്കുന്നു. അനുഗ്രഹങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ ഇത്ര വലിയ സന്തോഷമാണെങ്കിൽ നാം അത് പ്രാപിക്കുകയും അനുഭവിക്കുകയും ചെയ്താൽ നമ്മുടെ സന്തോഷം എത്ര വലുതായിരിക്കും. Again, I am depending completely, trusting completely in God and say, whether you are a servant of God or a believer or newcomer, if you believe this verse, this night, everyone would receive blessing from God, and you can go the special blessing Lord has brought you and for me separately. ഞാനിന്ന് പൂർണ്ണമായും ദൈവത്തിന്റെ കൃപയിൽ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുകയും ചാരുകയും ചെയ്യുകയാണ്. ആകയാൽ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നതായ നിങ്ങൾ ഓരോരുത്തരും പൂർണ്ണമായി വിശ്വസിക്കുമെങ്കിൽ ദൈവം ഇന്ന് എനിക്കും നിങ്ങൾക്കുമായി കൊണ്ടുവന്നിരിക്കുന്നതായ ആ അനുഗ്രഹങ്ങളെ നിങ്ങൾ പ്രാപിച്ചുകൊണ്ട് നിങ്ങൾ സന്തോഷമായി തന്നെ മടങ്ങിപ്പോകുവാൻ ദൈവം ഇടവരുത്തും. This convention will be a great blessing to you and me, dear children of God, if you hear the word of God with reverence and prayer. ദൈവവചനത്തെ ആദരവോടും പ്രാർത്ഥനയോടും കൂടെ കേട്ടാൽ പ്രിയ ദൈവമക്കളെ, ഈ കൺവെൻഷൻ നമുക്ക് എല്ലാവർക്കും ഒരു വലിയ അനുഗ്രഹമായി തീരും. Lord only has brought you and me unto this place to receive blessings, not curse, not sickness, not problems, but to receive blessings from God. Lord has brought you and me unto this place. ദൈവം തന്നെയാണ് നമ്മെ എല്ലാവരെയും ഇന്ന് ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അത് നമ്മെ അനുഗ്രഹിക്കുവാൻ വേണ്ടിയാണ്, നമ്മെ ശപിക്കുവാനോ നമ്മെ രോഗികളാക്കുവാനോ വേണ്ടിയല്ല, നമുക്ക് അനുഗ്രഹങ്ങൾ തരുവാൻ വേണ്ടിയാണ് നമ്മെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. Surely, as I have prayed for a long time, everyone will be given blessing this night. ഏറെ നാളുകളായി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പോലെ ഇന്ന് രാത്രിയിൽ ഓരോരുത്തർക്കും തീർച്ചയായും അനുഗ്രഹങ്ങളെ ദൈവം നൽകും. Lord has brought blessing to top to bottom, small and great, sinners and saints, and all people. Lord has brought blessings.
ഉയരത്തിലുള്ളവർ മുതൽ താഴേക്കിടയിലുള്ളവരെ, വലിയവർ മുതൽ ചെറിയവർ വരെ, ഭക്തന്മാർ മുതൽ പാപികൾ വരെ ഓരോരുത്തർക്കും ആവശ്യമായ അനുഗ്രഹത്തെ കർത്താവ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. Lord of impartiality wants to give blessing to everyone. If you believe, please lift up your hand and shout an hallelujah. മുഖപക്ഷമില്ലാത്ത ദൈവം നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ കരമുയർത്തി ഉച്ചസ്വരത്തിൽ ഒരു ഹല്ലേലൂയ മുഴക്കിയാട്ടെ. Hallelujah. Praise be to the holy name of Jesus. യേശുവിന്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം. He will bless you. God will bless you as He has already promised. ദൈവം മുൻപേ തന്നെ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തതുപോലെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. As I have already pointed out, we are being brought by God to this place, or we are called to receive blessings. ഞാൻ മുമ്പേ ചൂണ്ടിക്കാണിച്ചതുപോലെ നാം അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ദൈവം തന്നെയാണ് നമ്മെ ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. 1 Peter chapter 3 verse 9 says, we are called to inherit blessings. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടിരിക്കുന്നു. And we are not only called to receive blessings, we have called for many other things also according to Bible. Especially we are called to inherit blessings of this world, and blessings at the coming of the Lord, and blessings at eternity. ദൈവത്തിൽ നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് അനുഗ്രഹം അനുഭവിക്കുവാൻ വേണ്ടിയാണ്. നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് അനുഗ്രഹം അനുഭവിക്കുവാൻ വേണ്ടി മാത്രവുമല്ല, മറ്റ് പല കാര്യങ്ങൾ ദൈവത്തിൽ നമ്മൾ പ്രാപിക്കേണ്ടതുണ്ട്. ഈ ലോകത്തിലെ അനുഗ്രഹങ്ങൾ നമ്മൾ പ്രാപിക്കും. കർത്താവിന്റെ വരവിലും നമ്മൾ അനുഗ്രഹം പ്രാപിക്കും. വരുവാനുള്ള നിത്യതയിലും നമ്മൾ അനുഗ്രഹം പ്രാപിക്കും. Praise be to God. ദൈവത്തിന് സ്തോത്രം. We are the blessed and privileged people in this world. നാം ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യശാലികളായ സൗഭാഗ്യവാന്മാരായ ജനമത്രേ. You are called to inherit blessing. That's why today, this night you have come here. നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്. You might be anybody, any worst sinner or backslider or person of having much problems or sickness, anything. But this night Lord has brought you to enjoy the blessing of God. ഒരുപക്ഷെ നിങ്ങൾ ഏറ്റവും നീചനായ ഹീനനായ ഒരു ഭാവി ആയിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾക്ക് അനവധി പ്രശ്നങ്ങൾ കണ്ടേക്കാം. ഒരുപക്ഷെ നിങ്ങൾ വളരെ രോഗിയായിരിക്കാം. എന്നാലും സാരമില്ല, ഇന്ന് രാത്രി ദൈവം നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത് നിങ്ങളെ അനുഗ്രഹിക്കുവാൻ വേണ്ടിയാണ്. As He has promised you, He will bless you. ദൈവം നിങ്ങളോട് വാഗ്ദത്തം ചെയ്തതുപോലെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. As He has promised you means, as He has promised your forefathers, Lord will bless you. കർത്താവ് നിങ്ങൾക്ക് വാഗ്ദത്തം തന്നതുപോലെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാർക്ക് വാഗ്ദത്തം ചെയ്തതുപോലെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. As He has promised you and He will bless you means, as He has promised to the forefather Abraham, He will bless you. കർത്താവ് നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തതുപോലെ നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ പൂർവ്വ പിതാവായ അബ്രഹാമിന് വാഗ്ദത്തം ചെയ്തതുപോലെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. Praise be to the holy name of Jesus. യേശുവിന്റെ വിശുദ്ധനാമത്തിന് സ്തോത്രം. If you read Galatians chapter 3 verse 14, ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യം നിങ്ങൾ വായിച്ചാൽ, the blessing of Abraham comes through Jesus Christ to Gentiles whom we are. അബ്രഹാമിന്റെ അനുഗ്രഹം കർത്താവായ യേശുക്രിസ്തുവിലൂടെ ജാതികളായ നമുക്ക് ലഭിക്കുന്നു. You and myself are receiving the blessings Lord has promised to Abraham, our forefather, through Jesus Christ. നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാമിന് ദൈവം വാഗ്ദത്തം ചെയ്ത അനുഗ്രഹങ്ങളെ ഞാനും നിങ്ങളും കർത്താവായ യേശുക്രിസ്തുവിലൂടെ പ്രാപിക്കുന്നു. Praise be to God. ദൈവത്തിന് സ്തോത്രം. So we receive all blessings through Jesus Christ, who is the Jesus Christ, who is the son of Abraham, son of David, who is Jesus Christ. In this manner, Matthew chapter 1 verse 1 starts. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് പോലെ അബ്രഹാമിന്റെ മകനായ ദാവീദിന്റെ മകനായ കർത്താവായ യേശുക്രിസ്തുവിലൂടെയാണ് നാം ഈ വാഗ്ദത്തങ്ങളായ അനുഗ്രഹങ്ങളെ പ്രാപിക്കുന്നത്. Praise be to God. ദൈവത്തിന് സ്തോത്രം. So we receive all these blessings through Jesus Christ. ആകയാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമ്മൾ പ്രാപിക്കുന്നു.
In the world there are blessings, ലോകത്തിൽ അനുഗ്രഹങ്ങളുണ്ട്. but we are receiving the blessing coming through Jesus Christ. നാമോ കർത്താവായ യേശുക്രിസ്തുവിലൂടെ വരുന്ന അനുഗ്രഹങ്ങളെ അത്രേ പ്രാപിക്കുന്നത്. What are the difference between the worldly blessings and the blessings coming through God? ലോകത്തിലുള്ള അനുഗ്രഹങ്ങൾക്കും ദൈവത്തിൽ നിന്ന് വരുന്ന അനുഗ്രഹങ്ങൾക്കും തമ്മിലുള്ള വ്യത്യാസം എന്ത്? If you read Proverbs chapter 10 verse 22, the difference is written there. സദൃശവാക്യം 10 അധ്യായം 22 വാക്യം നിങ്ങൾ വായിച്ചു നോക്കിയാൽ ആ വ്യത്യാസം എന്തെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. The blessing of the Lord makes us rich, whereas God will never add sorrows with that. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാക്കുന്നു, ദൈവം അതിനോട് ദുഃഖത്തെ കൂട്ടിച്ചേർക്കുന്നില്ല. That is the difference. അതാണ് വ്യത്യാസം. Worldly people, politicians, and many other people, through education or try or business, many other ways they are gathering money or earning money, they are receiving richness or blessings, but with all blessings, all richness, sorrows are included. ഈ ലോകത്തിലേതായ മനുഷ്യര്, ബിസിനസ്സുകാരൊക്കെയും വിദ്യാഭ്യാസത്തിലൂടെ മറ്റു പല പ്രവർത്തനങ്ങളിലൂടെ ഒക്കെ അധ്വാനത്തിലൂടെ ധാരാളം ധനവും സമ്പത്തും ഒക്കെ സമാഹരിക്കുന്നുണ്ട്. എന്നാൽ ഈ എല്ലാ സമ്പത്തിനോടും കൂടെയും അവർക്ക് ദുഃഖവും വ്യാകുലവും കൂടെയുണ്ട്. You have heard about the things happened in Tamil Nadu, who gathered all money by illegal way. Yesterday they were put into prison. നിയമവിരുദ്ധമായ നിലയിൽ ധനം സമാഹരിച്ച് അത് നിമിത്തമായി തടവറയിൽ അടയ്ക്കപ്പെട്ട ആളുകളെ കുറിച്ച് തമിഴ്നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരുപക്ഷേ നിങ്ങളും കേട്ട് കാണും. Praise be to God. ദൈവത്തിന് സ്തോത്രം. So with all blessings of the world or money or richness, there are sorrows added. ആകയാൽ ലോകപ്രകാരം സമാഹരിക്കപ്പെടുന്നതായ ധനത്തിൽ സമ്പത്തിലൊക്കെ തന്നെ വ്യാകുലവും ദുഃഖവും വേദനയും കൂടെ ചേർക്കപ്പെടുന്നു. God will never add sorrows with the blessing Lord gives to you and me, dear children of God. എന്നാൽ പ്രിയ ദൈവമക്കളെ, ദൈവം എനിക്ക് നിങ്ങൾക്ക് അനുഗ്രഹം തരുമ്പോൾ ദൈവം ഒരിക്കലും അതിനോടുകൂടെ വേദനകളെ കൂട്ടുന്നില്ല. God's blessing is perfect. ദൈവത്തിന്റെ വചനം എന്നത്, ദൈവത്തിന്റെ വാഗ്ദത്തം തികവുള്ളത്. God's blessing, ദൈവത്തിന്റെ അനുഗ്രഹം തികവുള്ളത്. God's work is perfect. ദൈവത്തിന്റെ പ്രവൃത്തിയും തികവുള്ളത്. All things of God is perfect, since our God is perfect. നമ്മുടെ ദൈവം സമ്പൂർണ്ണനാകയാൽ ദൈവത്തിൽ നിന്ന് വരുന്നതെല്ലാം തികവുള്ളത്. Praise be to God. ദൈവത്തിന് സ്തോത്രം. Now I am going to enter into the message. ഞാനിപ്പോൾ ദൂതിലേക്ക് പ്രവേശിക്കട്ടെ. So please hear me carefully. ആകയാൽ എന്നെ നിങ്ങൾ ദയവായി ശ്രദ്ധിക്കണമേ. So this night we all are called of God to this place to receive blessing. So we are blessed people from today onwards. ദൈവം നമ്മെ എല്ലാവരെയും ഇന്ന് അനുഗ്രഹം പ്രാപിക്കുവാൻ വിളിച്ച് ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാൽ ഇന്നു മുതൽ നാം എല്ലാവരും ഭാഗ്യവാന്മാരും അനുഗ്രഹീതരുമായിരിക്കും. You might here come with cry or tears or problems or trials or temptation or sickness or weakness, many other things. Don't worry, believe what I say, standing in the grace of God. കരച്ചിലോടെ, കണ്ണുനീരോടെ, രോഗത്തോടെ, ദുഃഖത്തോടെ, നിരാശയോടെ, ഭാരത്തോടെ ഒക്കെ നിങ്ങൾ ആയിരിക്കാം. എന്നാൽ സാരമില്ല, ഇന്ന് ഞാൻ ദൈവത്തിന്റെ കൃപയിൽ നിന്നുകൊണ്ട് നിങ്ങളോട് പറയുന്ന വാക്കുകളെ നിങ്ങൾ ദയവായി ശ്രദ്ധിക്കണമേ. Tonight all your problem and sickness and weakness and curse and sin and iniquity, everything, Lord wants to put a stop, and He wants to give you only blessings today onwards. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക്, നിരാശകൾക്ക്, ദുഃഖങ്ങൾക്ക്, വേദനകൾക്ക്, സങ്കടങ്ങൾക്ക് ദൈവം അറുതി വരുത്തി അതിന് ഒരു പൂർണ്ണ വിരാമമിടും. ഇന്ന് മുതൽ നിങ്ങൾക്ക് അനുഗ്രഹം മാത്രമായിരിക്കും. Because from our God, sickness is not coming, curse is not coming, our weakness is not coming, sorrows are not coming. These all are coming from our adversity, Satan. From God, blessings are always coming towards you and me. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ദൈവത്തിൽ നിന്ന് രോഗമോ ശാപമോ കരച്ചിലോ ദുഃഖമോ വേദനയോ സങ്കടമോ വരുന്നില്ല. ഇതൊക്കെ വരുന്നത് നമ്മുടെ പ്രതിയോഗിയായ സാത്താനിൽ നിന്ന് മാത്രമാണ്. നമ്മുടെ ദൈവത്തിൽ നിന്ന് വരുന്നതോ അനുഗ്രഹം മാത്രമത്രേ. Shall we all shout another hallelujah? ഒരു ഹല്ലേലൂയയോടെ മുഴക്കാമോ? Praise be to the holy name of Jesus. യേശുവിന്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം. If you read Acts chapter 3 verse 26, അപ്പോസ്തലപ്രവൃത്തി 3 അധ്യായം 26 വാക്യം വായിച്ചാൽ there we see one important thing, that
Christ has been sent within you to turning away from your iniquities and blessing each or every one of you. അവിടെ നാം വായിക്കുന്ന സുപ്രധാനമായ കാര്യം എന്തെന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ഓരോരുത്തരെയും അവനവന്റെ അകൃത്യങ്ങളിൽ നിന്ന് തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അയച്ചിരിക്കുന്നു. Praise be to God. ദൈവത്തിന് സ്തോത്രം. This night again I say, God the Father of you and me, only one good God the Father of you and me has sent Christ in our midst to take away all the iniquities and bless you and me. ഇന്ന് നിങ്ങളുടെയും പിതാവായ ദൈവം കർത്താവായ യേശുവിനെ അയച്ചിരിക്കുന്നത് ഓരോരുത്തരെയും അവനവന്റെ അകൃത്യങ്ങളിൽ നിന്ന് തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കുവാൻ വേണ്ടിയാകുന്നു. Before blessing every one of us, നമ്മിൽ ഓരോരുത്തർക്കും അനുഗ്രഹം ലഭിക്കുന്നതിന് മുമ്പേ Christ wants to take away the iniquities from our life. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ നിന്ന് അതിക്രമങ്ങളെ എടുത്തു മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. For all the problems and void of blessings and curse, sickness, weakness, that many other things, the cause is sin and iniquity, transgression, etc., etc. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം, നമുക്ക് അനുഗ്രഹങ്ങൾ ഇല്ലാതിരിക്കുന്നതിന്റെ കാരണം, നമ്മുടെ ശാപ രോഗ ദുരിത പ്രശ്നങ്ങൾക്കൊക്കെയും കാരണമെന്നത് നമ്മുടെ പാപവും നമ്മുടെ ലംഘനങ്ങളും നമ്മുടെ അകൃത്യങ്ങളും നമ്മുടെ അതിക്രമങ്ങളും ഇങ്ങനെ ഇത്യാദി കാര്യങ്ങളത്രേ. Praise be to God. ദൈവത്തിന് സ്തോത്രം. God sent Christ to take away everyone's iniquity and bless everyone, not 90% or 95%, but everyone, all those who have come here. ദൈവം കർത്താവായ യേശുവിനെ അയച്ചത് നമ്മിൽ നിന്ന് നമ്മുടെ അകൃത്യങ്ങളെ നീക്കിക്കളയുവാൻ വേണ്ടിയാണ്. അത് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെ അകൃത്യങ്ങളെ നീക്കുവാൻ വേണ്ടിയാണ്. 90%-ഓ 95%-യോ അല്ല, എല്ലാവരുടെയും അകൃത്യങ്ങളെ നീക്കുവാൻ വേണ്ടിയാണ്. When the brother testified, really I was crying from my seat how God blessed him. സഹോദരൻ സാക്ഷി പറഞ്ഞല്ലോ, ദൈവം തന്നെ അനുഗ്രഹിച്ച വിധങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വാസ്തവത്തിൽ എന്റെ കസേരയിൽ ഞാനിരുന്ന് കരയുകയായിരുന്നു. I was sent to that Punnamoodu Faith Home 1984. 84-ാം ആണ്ടിൽ എന്നെ പുന്നമൂടിലേക്ക് അയച്ചതെന്നതാണ്. When I went to Punnamoodu Faith Home, I saw in the hall all the street dogs were sleeping. There was no door, no floor, nothing in the hall. All street dogs were sleeping. ഞാൻ പുന്നമൂടിലേക്ക് അയക്കപ്പെട്ടപ്പോൾ ഞാൻ ചെന്ന് അവിടെ ആരാധനാ ഹാളിൽ കണ്ടത് തെരുവ് നായ്ക്കൾ അവിടെ കിടന്നുറങ്ങുകയാണ്. വാതിലില്ല, തറയില്ല, നല്ലൊരു ഹാളില്ല, ഇങ്ങനെയൊന്നുമില്ലായിരുന്നു. ആ ദേശത്തിലുള്ള എല്ലാ നായ്ക്കളും അവിടെ കിടന്നു. നാട്ടിലെ തെരുവ് നായ്ക്കൾ മൊത്തം അവിടെ കിടന്ന് ഓടുകയായിരുന്നു. ഉറക്കമായിരുന്നു. Praise be to God. ദൈവത്തിന് സ്തോത്രം. I was crying at the Lord, what shall I do from this faith home? How Punnamoodu faith home is. കർത്താവേ, ഇപ്പൊ ഈ പുന്നമൂട് ഫെയ്ത്ത് ഇങ്ങനെ ഇരിക്കുന്നല്ലോ, ഞാൻ എന്ത് ചെയ്യുമെന്നോർത്ത് ഞാൻ കരയുകയായിരുന്നു. Cried and prayed, Lord blessed now. Since God has given such a soul to that faith home, I am praising and thanking and crying God right now also. ഇപ്പോൾ ഞാൻ അന്ന് വളരെ കരഞ്ഞതാണ്. എന്നാൽ കർത്താവിന് പുന്നമൂട് വേലയെ കർത്താവ് അനുഗ്രഹിച്ച് ഇതുപോലെയുള്ളതായ ആത്മാക്കളെയും കർത്താവ് നൽകി. ഇപ്പോഴും ഞാൻ അതോർത്ത് കരയുകയാണ്. Praise be to God. ദൈവത്തിന് സ്തോത്രം. Our God is a God of blessing. നമ്മുടെ ദൈവം അനുഗ്രഹത്തിന്റെ ദൈവം. He will change everything. അവൻ എല്ലാറ്റിനും മാറ്റം വരുത്തും. Now we have good faith home, good building, many souls in Punnamoodu. ഇപ്പോൾ നമുക്ക് പുന്നമൂടിൽ നല്ല വിശ്വാസഭവനമുണ്ട്, നല്ലൊരു വേലയാണ്, അവിടെ ധാരാളം നല്ല ആത്മാക്കളുണ്ട്. But I don't know, I didn't go to that faith home for the past 30 years. I don't know what is going on. ഞാൻ പിന്നീട് പുന്നമൂട് പോയിട്ടില്ല. ഈ കഴിഞ്ഞ 30 വർഷങ്ങളായി അവിടെ ഇപ്പോൾ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് വാസ്തവത്തിൽ But I അറിയില്ല. believe God blessed that place. ദൈവം ആ സ്ഥലത്തെ അനുഗ്രഹിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. So God is the God of blessing, has come in our midst. ദൈവം നമ്മുടെ അനുഗ്രഹത്തിന്റെ ദൈവമാണ്. നമുക്ക് നമ്മുടെ ഭാഗത്ത് അവൻ നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. Why God sent Christ in our midst to take away the iniquities? കർത്താവ് യേശുക്രിസ്തുവിനെ നമ്മുടെ അകൃത്യങ്ങളെ എടുത്തു മാറ്റുവാൻ ദൈവം അയച്ചത് എന്തുകൊണ്ടെന്നാൽ, Why the Father had sent? എന്തുകൊണ്ടാണ് പിതാവ് അയച്ചത്? In verse Hebrew 1:9 and Psalm 45:7 says,
Christ is the only one person who hates iniquity. എബ്രായലേഖനം 1:9, സങ്കീർത്തനം 45:7 ഇത് വായിച്ചാൽ ദുഷ്ടതയെ ദ്വേഷിക്കുന്ന, അകൃത്യങ്ങളെ ദ്വേഷിക്കുന്ന ഒരേ ഒരുവൻ കർത്താവായ യേശു മാത്രം. In Malayalam Bible it is written, he hates iniquity. മലയാള ബൈബിളിൽ അവൻ, Tamil Bible, ഇംഗ്ലീഷ് ബൈബിളിൽ അവൻ അകൃത്യത്തെ പകയ്ക്കുന്നു എന്നേയുള്ളൂ. മലയാളത്തിൽ അങ്ങനെ ഇല്ലേ? ദുഷ്ടതയെ ദ്വേഷിച്ചു. Yes. So he is hating iniquity. ആകയാൽ അവൻ ഈ ദുഷ്ടതയെ വെറുക്കുന്നു, ദ്വേഷിക്കുന്നു. That is the character of our Christ. അത് നമ്മുടെ ക്രിസ്തുവിന്റെ സ്വഭാവമാണ്. But the whole world, worldly people and Satan, they are doing iniquity, but Christ is hating iniquity. മുഴുവൻ ലോകത്തെയും ലോകത്തിലെ മനുഷ്യരെയും സാത്താനെയും നോക്കിയാൽ അവർ ദുഷ്ടത ചെയ്തു കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ നമ്മുടെ ക്രിസ്തുവോ അവൻ ഈ ദുഷ്ടതയെ വെറുക്കുന്നു, ദ്വേഷിക്കുന്നു. Praise be to God. ദൈവത്തിന് സ്തോത്രം. If we do iniquity, നാം അകൃത്യങ്ങൾ, ദുഷ്ടതകൾ ചെയ്താൽ, instead of receiving blessing, what we will receive, I will say very quickly. അനുഗ്രഹത്തിന് പകരമായി നമുക്ക് എന്താണ് ലഭിക്കുക എന്ന് ഞാൻ വളരെ വേഗത്തിൽ പറയാം. Praise be to God. ദൈവത്തിന് സ്തോത്രം. If you read Isaiah 59:2, യെശയ്യാപ്രവചനം 59:2 വായിച്ചാൽ, Bible says iniquity separates us from God. ദൈവവചനം പറയുന്നുണ്ട്, അകൃത്യം നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റി വേർപെടുത്തുന്നു. Nothing in the world could separate us from God, but only iniquity separates us from God. അകൃത്യം മാത്രമാണ് നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റി വേർപെടുത്തുന്നത്. ഈ ലോകത്തിലുള്ള മറ്റൊന്നിനും നമ്മെ ദൈവത്തിൽ നിന്ന് വേർപെടുത്തുവാൻ സാധ്യമേ അല്ല. We have a small one ounce of, or small part of ounce of iniquity in our life, that will separate us from God. നമ്മുടെ ജീവിതത്തിൽ അകൃത്യന്റെ ഒരു അംശം, ഒരല്പം അളവ് ഉണ്ടായിരുന്നാൽ തന്നെയും അത് നമ്മെ ദൈവത്തിൽ നിന്ന് വേർപെടുത്തി കളയുന്നു. That is what happened to Adam. ആദാമിന് സംഭവിച്ചത് ഇത് തന്നെയാണ്. He did iniquity. താൻ അകൃത്യം ചെയ്തു. Not only iniquity, Bible says Adam did 5 items. അകൃത്യം എന്ന് മാത്രമല്ല, ആദാം 5 കാര്യങ്ങൾ ചെയ്തതായിട്ടാണ് ബൈബിൾ പറയുന്നത്. He did sin. താൻ പാപം ചെയ്തു. He did offense. അവൻ ലംഘനം ചെയ്തു. He did disobedience. അവൻ അനുസരണക്കേട് കാണിച്ചു. He did iniquity and transgression. അവൻ അകൃത്യവും ലംഘനവും ചെയ്തു. No time to explain that. എല്ലാം വിശദീകരിക്കാൻ നേരമില്ല. No time to say the reference also. അതിന്റെ തെളിവുകൾ പറയാനും നേരമില്ല. Bible says so. ബൈബിൾ അങ്ങനെ പറയുന്നു. One of them is iniquity. അതിൽ ഒന്നാണ് അകൃത്യം. Not only he did iniquity, അവൻ അകൃത്യം ചെയ്തത് മാത്രമല്ല, he hide that iniquity. അവൻ ആ അകൃത്യം മറച്ചും വെച്ചു. We are reading that in Job chapter 31 verse 3. യോബിന്റെ പുസ്തകം 31-ാം 3-ാം വാക്യം, 33-ാം വാക്യത്തിൽ ഇത് കാണുന്നുണ്ട്. Praise be to God. ദൈവത്തിന് സ്തോത്രം. He covered the transgression. അവൻ തന്റെ ലംഘനങ്ങളെ മറച്ചു. And he did hide the iniquity. അവൻ തന്റെ അകൃത്യത്തെ ഒളിപ്പിച്ചു വെച്ചു. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ മറച്ചു വെച്ചു. Praise be to God. ദൈവത്തിന് സ്തോത്രം. This was the sin of Adam. ഇതായിരുന്നു ആദാമിന്റെ പാപം. So that separates him from God. അതവനെ ദൈവത്തിൽ നിന്ന് വേർപെടുത്തി. He was living with God. താൻ ദൈവത്തോടൊപ്പം ജീവിക്കുകയായിരുന്നു. God was living with him. ദൈവം തന്നോടൊപ്പം ജീവിച്ചു. This iniquity separates at once from God. എന്നാൽ ഈ അകൃത്യം അവനെ ഉടനടിയായി ദൈവത്തിൽ നിന്ന് വേർപെടുത്തി. From that day onwards, അന്ന് മുതൽ, from this day, from this time, ഇന്ന് വരെ, ഈ നാഴിക വരെ separated from the loving God. അതിനവേ സ്നേഹവാനായി ദൈവത്തിൽ നിന്ന് വേർപെടുത്തിക്കൊണ്ടിരിക്കുന്നു. It should not happen to you and me. നിങ്ങൾക്കും എനിക്കും ഇങ്ങനെ സംഭവിക്കരുത്. You may not know the loving Father of heaven. ഒരുപക്ഷെ നിങ്ങൾ സ്നേഹവാനായ സ്വർഗീയ പിതാവിനെ അറിയാത്തവരായിരിക്കാം. What is the reason? കാരണമെന്ത്? Your iniquity has separated you from your God. നിങ്ങളുടെ അകൃത്യം നിങ്ങളെ നിങ്ങളുടെ ദൈവത്തിൽ നിന്ന് ഭിന്നിപ്പിച്ചിരിക്കുന്നു. This night we come unto that God. ഇന്ന് രാത്രി നിങ്ങൾ ആ ദൈവത്തിന്റെ അടുക്കൽ വന്നാൽ, Come unto Christ who is hating iniquity. ദുഷ്ടതയെ ദ്വേഷിക്കുന്ന ക്രിസ്തുയേശുവിന്റെ അടുക്കൽ വന്നാൽ, Come unto the Christ who is hating iniquity and loving righteousness. അത് ദുഷ്ടതയെ ദ്വേഷിച്ച് നീതിയെ സ്നേഹിക്കുന്ന ക്രിസ്തുവിന്റെ അടുക്കൽ വന്നാൽ, He will take away the iniquity from you and He will bless you. നിങ്ങളിൽ അകൃത്യത്തെ അവൻ എടുത്തു മാറ്റിയിട്ട് ക്രിസ്തു നിങ്ങളെ അനുഗ്രഹിക്കും. This is the
First thing, what the iniquity do in your life, does in your life and my life. അകൃത്യം നിങ്ങളുടെയും എന്റെയും ജീവിതത്തിൽ ചെയ്യുന്ന പ്രഥമ കാര്യം ഇതത്രേ. If you read Jeremiah chapter 5 verse 24 and 25. യെരമ്യാ പ്രവചനം 5:24-25 വാക്യങ്ങളിൽ. No time to read, you go home and read. ഇവിടെ വായിക്കാൻ സമയമില്ല, ഭവനത്തിൽ ചെന്ന് നിങ്ങൾ വായിച്ചു നോക്കുക. 24th verse says there is no rain. Again it is written no later rain, no former rain. 25th written reason is given because we have done iniquities. 24ാം വാക്യത്തിൽ പറയുന്നുണ്ട് അവിടെ മഴയില്ല, മുൻമഴയുമില്ല, പിന്മഴയുമില്ല. 25ാം വാക്യത്തിൽ പറയുന്നു നന്മകൾ മാറിപ്പോയി, കാരണം നമ്മുടെ അകൃത്യങ്ങൾ അത്രേ. Praise be to God. ദൈവത്തിന് സ്തോത്രം. No rain. See, in Kerala and many other places, no rain. മഴയില്ല. നോക്കുക, കേരളത്തിലും മറ്റു പല സ്ഥലങ്ങളിലും മഴയേ ഇല്ല. Yesterday I came from Bangalore on the way. No rain, no water. All places are dry. ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. വരുന്ന വഴിയിൽ മഴയില്ല, വെള്ളമില്ല, സ്ഥലങ്ങളെല്ലാം ഉണങ്ങി വരണ്ട് കിടക്കുകയാണ്. Why? എന്തുകൊണ്ട്? Land is filled with iniquities. ദേശമോ അകൃത്യത്താൽ നിറഞ്ഞിരിക്കുന്നു. Land is filling with iniquity. ദേശം അകൃത്യത്താൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. God could not send even literal rain. ദൈവത്തിന് അക്ഷരീകമായ മഴ പോലെ അയക്കാൻ കഴിയുന്നില്ല. Same verse says no later rain and former rain. അതേ വാക്യത്തിൽ തന്നെ വീണ്ടും പറയുന്നുണ്ട് മുൻമഴയും പിന്മഴയും ഇല്ല. That is spiritual rain. അത് ആത്മീക മഴ. That is also no. That is also void. അതുമില്ല, അതിന്റെ അഭാവം അത്രേ. No spiritual rain, no literal rain. ആത്മീക മഴയുമില്ല, അക്ഷരീക മഴയുമില്ല. What is the reason? കാരണം എന്താണ്? Iniquities. അകൃത്യങ്ങൾ. Iniquities in the land. ദേശത്തിന്റെ അകൃത്യം. Iniquities in the politicians. രാഷ്ട്രീയ പ്രവർത്തകരിലെ അകൃത്യങ്ങൾ. Iniquities in you and me. നിങ്ങളിലെയും എന്നിലെയും അകൃത്യങ്ങൾ. Oh, the consequence of iniquity is great, dear children of God and friends. പ്രിയ ദൈവമക്കളെ, സ്നേഹിതരെ, അകൃത്യത്തിന്റെ പ്രത്യാഘാതം ഭവിഷ്യത്ത് അതീവ ഗുരുതരമാണ്. So come unto Christ who is hating your iniquity. ആകയാൽ നിന്റെ ദുഷ്ടതയെ ദ്വേഷിക്കുന്ന ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നീ വരിക. This night he will take away your iniquity wonderfully and he will fill you with blessings. രാത്രിയിൽ നിന്റെ അകൃത്യത്തെ അതിശയമായി എടുത്ത് കളഞ്ഞിട്ട് അവൻ നിന്നെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കും. And if you read Psalm 106 verse 43, 106 സങ്കീർത്തനം 43 വാക്യം വായിച്ചാൽ it is written that their iniquities brought them low. അവിടെ അവരുടെ അകൃത്യങ്ങൾ അവരെ താഴ്ത്തിക്കളഞ്ഞിരിക്കുന്നു എന്ന് കാണാം. എന്നാണോ? അവർ അധോഗതി പ്രാപിച്ചു. കർത്താവേ, what is written here? ഒരിക്കൽ കൂടെ പറഞ്ഞാൽ നന്നായിരിക്കുന്നു. നോക്കുക, അവർ തങ്ങളുടെ അകൃത്യ നിമിത്തം അധോഗതി പ്രാപിച്ചു. കർത്താവേ, ഇവിടെ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? There is no other place to go down. They have gone to the lowest place. ഇനി താഴാനിടമില്ല, ഏറ്റവും താഴ്ന്ന അധോഗതി പ്രാപിച്ചു. By what? ഏത് നിമിത്തം? What is the cause? കാരണമെന്ത്? What is you say? നിങ്ങളൊന്ന് പറഞ്ഞേ. Say loudly, say. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ. Praise be to God. ദൈവത്തിന് സ്തോത്രം. Iniquities of you and me is bringing us down. നിങ്ങളുടെ എന്റെ അകൃത്യം നമ്മളെ അധോഗതിയിൽ എത്തിച്ചു കഴിഞ്ഞു. God said, I will make you head not tail. ദൈവം പറഞ്ഞത് ഞാൻ നിങ്ങളെ വാലല്ല തലയാക്കുമെന്നാണ്. God said, I will make you big not small. ദൈവം പറഞ്ഞത് ഞാൻ നിങ്ങളെ ചെറുതല്ല വലുതാക്കുമെന്നാണ്. But here it is written that their iniquities brought them low. എന്നാൽ ഇവിടെ എഴുതി വച്ചിരിക്കുന്നു അവരുടെ അകൃത്യങ്ങൾ നിമിത്തം അവർ അധോഗതി പ്രാപിച്ചു. If you check the worldly countries or societies or tribe or legion or party or anything, they are going down, down, down because of their iniquities. ഈ ലോകത്തിലെ രാഷ്ട്രങ്ങളെയും ഈ ലോകത്തിലെ മതങ്ങളെയും ഈ ലോകത്തിലെ സമൂഹങ്ങളെയും ഒക്കെ നമ്മൾ നോക്കിയാൽ അവരെല്ലാം തന്നെ തങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തം താണ് 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 അധോഗതി പ്രാപിക്കുകയാണ്. Praise be to God. ദൈവത്തിന് സ്തോത്രം. God will never help them to go up.
അവരങ്ങനെ ഉയർന്നു പോകാൻ ദൈവം ഒരിക്കലും അവരെ സഹായിക്കില്ല. God will never promote them because promotion is coming from north, which is Zion, which is Zion, that is the beautiful place. അവർക്ക് ഉയർച്ച വരുവാൻ ദൈവം അനുവദിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ ഈ ഉയർച്ച വരുന്നത് സർവ്വഭൂമിയുടെയും ആനന്ദമായ സൗന്ദര്യപൂർണതയായ സിയോനാകുന്ന ദൈവസ്ഥനിൽ നിന്ന് മാത്രമാണ്. Praise be to God. ദൈവത്തിന് സ്തോത്രം. So I have told 3 things. ആകയാൽ ഞാനിപ്പോൾ 3 കാര്യം പറഞ്ഞു. Don't forget. അത് മറക്കരുത്. Don't give room to iniquity in your life. ആകയാൽ ജീവിതത്തിൽ അകൃത്യത്തിന് ഇടം കൊടുക്കരുതേ. God wants to bless you this night. ഇന്ന് രാത്രി നിങ്ങളെ അനുഗ്രഹിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. God wants to bless your family. നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കുവാൻ God ദൈവം wants to bless ആഗ്രഹിക്കുന്നു. your education. നിങ്ങളുടെ വിദ്യാഭ്യാസത്തെ അനുഗ്രഹിക്കുവാൻ ദൈവം God wants ആഗ്രഹിക്കുന്നു. to bless your business. നിങ്ങളുടെ ബിസിനസ്സിനെ അനുഗ്രഹിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. God wants to bless your church. നിങ്ങളുടെ സഭയെ അനുഗ്രഹിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. God wants to bless your faith. നിങ്ങളുടെ വിശ്വാസ ഭവനത്തെ അനുഗ്രഹിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. God wants to bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാൻ God wants to ആഗ്രഹിക്കുന്നു. bless your ministry. ദൈവം നിങ്ങളുടെ ശുശ്രൂഷയെ പ്രവർത്തനത്തെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. God wants to bless your body, soul and spirit. ദൈവം നിങ്ങളുടെ ശരീരത്തെ, ആത്മാവിനെ, പ്രാണനെ അനുഗ്രഹിക്കുവാൻ You have to do ആഗ്രഹിക്കുന്നു. only one thing. നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രം. Removal of the iniquity from all the aspects of your life. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിങ്ങളിൽ അകൃത്യത്തിന്റെ ദൂരീകരണം, അത് നീക്കപ്പെടൽ എന്നുള്ള കാര്യമാണ്. Praise be to God. ദൈവത്തിന് സ്തോത്രം. 4th and important point is 4ാമത്തേതും സുപ്രധാനവുമായ വിഷയം Matthew chapter 7 verse 23, that iniquity is the hindrance so that we could not be caught up at the coming of the Lord. മത്തായി 7:23 നോക്കിയാൽ കർത്താവായ യേശുക്രിസ്തുവിനെ വീണ്ടും വരവിൽ എടുക്കപ്പെടുവാനുള്ള ഒരു പ്രതിബന്ധം, തടസ്സമാണ് ഈ അകൃത്യം. Some were taken to heaven. ചിലർ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. The left behind people were knocking. വീട് കൈവിടപ്പെട്ടവർ മുട്ടിക്കൊണ്ടേയിരിക്കുന്നു. Open the door. വാതിൽ തുറക്കണമേ, We want to come. ഞങ്ങൾക്കകത്ത് വരേണം, Take us also to heaven. ഞങ്ങളെ ഈ സ്വർഗത്തിൽ കൊണ്ടുപോകണമേ. Praise be to God. ദൈവത്തിന് സ്തോത്രം. What Jesus said, യേശു നൽകിയ മറുപടി, I know you not, ye work of iniquities. അകൃത്യം പ്രവർത്തിക്കുന്നവരെ ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. Praise be to God. ദൈവത്തിന് സ്തോത്രം. They were left behind. അവർ കൈവിടപ്പെട്ടു. We are called to inherit blessings. നാം അനുഗ്രഹം അവകാശമാക്കുവാൻ, അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവർ. Already I have told we have to be blessed in this world at the coming of the Lord, afterwards also. ഞാൻ മുമ്പേ തന്നെ നിങ്ങളോട് പറഞ്ഞല്ലോ, ഈ ലോകത്തിലും കർത്താവിന്റെ വരവിലും തുടർന്നുള്ള നിത്യതയിലും നാം അനുഗ്രഹിക്കപ്പെടേണ്ടവരാണ്. We are called to receive blessings from God. നാം ദൈവത്തിൽ നിന്ന് അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവർ. We need physical blessing, worldly blessings and heavenly blessings also. നമുക്ക് ശാരീരികമായ അനുഗ്രഹങ്ങൾ വേണം, ലോകത്തിലെ അനുഗ്രഹങ്ങൾ വേണം, അതോടൊപ്പം സ്വർഗീയമായ അനുഗ്രഹങ്ങളും വേണം. But in this world, instead of blessing, iniquity is increasing. എന്നാൽ ലോകത്തെ നോക്കിയാൽ അനുഗ്രഹത്തിന് പകരമായി അകൃത്യമാണ് പെരുകുന്നത്. Where iniquity increase, blessing will come down. അകൃത്യം പെരുകുന്നിടത്ത് അനുഗ്രഹങ്ങൾ കുറഞ്ഞു പോകും. And the Lord will take away all the blessings. ഉള്ള അനുഗ്രഹങ്ങളെല്ലാം ദൈവം എടുത്തു മാറ്റുകയും But ചെയ്യും. God wants to bless everyone in the world. എന്നാൽ ഈ ലോകത്തിലെ ഓരോ വ്യക്തി അനുഗ്രഹിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. God does not want to bless the people in this Calicut, but He wants to bless the whole world. ഈ കോഴിക്കോടിലെ ജനങ്ങളെ അനുഗ്രഹിക്കുവാൻ മാത്രമല്ല ദൈവം ആഗ്രഹിക്കുന്നത്, സർവ്വലോകത്തിലെ ജനങ്ങളെയും അനുഗ്രഹിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. God wants to bless the people in prison, people in hospital, people in many other places, and people inside and outside of this hall. തടവറയിലുള്ളതായ ജനങ്ങളെ, ആശുപത്രിയിലുള്ളവരെ, അതുപോലെ മറ്റു പല സ്ഥലങ്ങളിലുള്ളവരെ, ഈ ഹാളിന്റെ അകത്തുള്ളവരെ, പുറത്തുള്ളവരെ ഒക്കെയും അനുഗ്രഹിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. But Satan is the author of iniquities, increasing, and he is sending the iniquity in all over the world. എന്നാൽ അകൃത്യത്തിന്റെ ഉത്ഭവസ്ഥാനമായ സാത്താനോ മുഴുവൻ ലോകത്തിലും അകൃത്യത്തെ അയക്കുന്നു. ഈ അകൃത്യം പെരുകിക്കൊണ്ടേ വരുന്നു. That is written in 2 Thessalonians 2nd chapter. That is this mystery of iniquity. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൽ അത് എഴുതിയിരിക്കുന്നതാണ് അധർമ്മത്തിന്റേതായ മർമ്മം. And also the author of iniquity, that is Antichrist, that is wicked. ഈ അകൃത്യത്തിന്റെ ഉത്ഭവസ്ഥാനമായ ക്രിസ്തുവൻ ദുഷ്ടൻ എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നു. Praise be to God. ദൈവത്തിന് സ്തോത്രം. So this night is the night of taking away all the iniquities from our life by the Lord Jesus Christ. ആകയാൽ ഇന്ന് രാത്രിയോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനാൽ നമ്മുടെ ജീവിതത്തിലെ അകൃത്യങ്ങളൊക്കെയും എടുത്തു മാറ്റപ്പെടുന്നതായ ഒരു രാത്രിയാകുന്നു. And
And afterwards surely he will give blessing to you and me. അതിനുശേഷമായി നിശ്ചയമായും അവൻ നിങ്ങൾക്കും എനിക്കും അനുഗ്രഹങ്ങൾ നൽകുക തന്നെ ചെയ്യും. Satan is placing the iniquity as a burden or a yoke or a heavy weight upon the people in this world. സാത്താൻ ഈ ലോകത്തിലെ ജനങ്ങളുടെ മേൽ അകൃത്യത്തെ ഒരു ഭാരമായി, ഒരു നുകമായി, ഒരു ചുമടായി ചുമത്തുന്നു. They are unable to come out of that iniquities that is pressing and that is pressuring, that is giving many troubles unto them. അവരുടെ ജീവിതത്തിൽ അനേക പ്രശ്നങ്ങളെ നൽകുന്ന, അവരെ കീഴോട്ട് അടിച്ചമർത്തുന്ന, അവരെ ഞെരുക്കുന്ന ഈ അകൃത്യ ഭാരം വിട്ടു വരുവാൻ ഈ ലോകത്തിലെ ജനങ്ങൾക്ക് സാധിക്കുന്നില്ല. That is described in Isaiah chapter 1 verse 4. യെശയ്യാപ്രവചനം 1-ാം അധ്യായം 4-ാം വാക്യം അതിനെ വിശദീകരിക്കുന്നു. And people laden with iniquity. ജനങ്ങൾ അകൃത്യ ഭാരം ചുമക്കുന്നു. Praise be to God. ദൈവത്തിന് സ്തോത്രം. A people laden with iniquity. അകൃത്യ ഭാരം ചുമക്കുന്ന ജനം. So we see the people in this type throughout this world. അത് ഈ ലോകത്തിലെ ജനങ്ങളെ നോക്കിയാൽ അവരെ ഈ അവസ്ഥയിലാണ് കാണുന്നത്. They are always bearing or laden with iniquity of Satan. അവരെല്ലായ്പ്പോഴും സാത്താന്റേതായ അകൃത്യ ഭാരത്തെ ചുമന്നുകൊണ്ടിരിക്കുന്നു. But what does Jesus say? എന്നാൽ യേശു കർത്താവ് എന്താണ് പറയുന്നത്? Come unto me of heavy laden, or who are always bearing this burden or bearing this iniquity. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ, അഥവാ എല്ലായ്പ്പോഴും ഈ അകൃത്യത്തിന്റെ ഭാരം ചുമന്ന് വലയുന്ന ജനമേ, നിങ്ങൾ എന്റെ അടുക്കലേക്ക് വരുവിൻ. Christ is calling, come, come, come unto me. ക്രിസ്തു വിളിക്കുന്നു, വരുവിൻ, വരുവിൻ, നിങ്ങൾ എന്റെ അടുക്കലേക്ക് വരുവിൻ. Oh people laden with iniquity, come unto me. അകൃത്യ ഭാരം ചുമന്ന് വലയുന്ന ജനമേ, എന്റെ അടുക്കൽ വരുവിൻ. I will give you rest. ഞാൻ നിങ്ങൾക്ക് വിശ്രമവും ആശ്വാസവും നൽകാം. I will give my burden, or I will give my yoke, or I will give my doctrine unto you. ഞാൻ എന്റെ ചുമട്, എന്റെ നുകം, എന്റെ ഉപദേശത്തെ നിങ്ങൾക്ക് നൽകാം. And that is easy and that is very light. അത് ലഘുവും അത് മൃദുവുമാകുന്നു. My yoke is easy and my burden is light. എന്റെ ചുമട് ലഘുവും എന്റെ നുകം മൃദുവുമാകുന്നു. That we are reading in Matthew chapter 11. മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിൽ കാണാം. This night God is calling here those who are burdening with this iniquity. ഇന്ന് ഇവിടെ അകൃത്യത്തെ ചുമന്ന് ഭാരപ്പെട്ടിരിക്കുന്ന ജനങ്ങളെ കർത്താവ് ഇവിടെ നിന്നുകൊണ്ട് വിളിക്കുന്നു. In the Bible we do see 676 times, come, come, come unto me. ബൈബിളിൽ 676 പ്രാവശ്യമായി വരുവീൻ, വരുവീൻ, എന്റെ അടുക്കൽ വരുവീൻ എന്നുള്ളതായ വാക്ക് കാണാം. God is calling everyone in this world, ye that bear iniquity, come unto me. ഈ ലോകത്തിൽ ഓരോരുത്തരെയും അകൃത്യ ഭാരം ചുമക്കുന്നവരെ കർത്താവ് വിളിക്കുകയാണ്, എന്റെ അടുക്കലേക്ക് നിങ്ങൾ വരിക. Praise be to God. ദൈവത്തിന് സ്തോത്രം. Why Christ is calling in this manner? എന്തുകൊണ്ടാണ് ക്രിസ്തു ഇപ്രകാരം വിളിക്കുന്നത്? Christ was crucified to take away this iniquity from everyone's life. ഈ അകൃത്യത്തെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റുവാൻ വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്. God sent Christ to this world to take away the iniquity from you and bless you. Means God sent Christ to this world so that he might be crucified for your iniquity, and afterwards he will bless you, those who have given room to remove their iniquities from their life by the crucifixion of Christ. അതേ കർത്താവായ യേശുവിനെ ദൈവം അയച്ചത് നിങ്ങളുടെ അകൃത്യങ്ങളിൽ നിന്ന് നിങ്ങളെ അനുഗ്രഹിക്കുവാൻ വേണ്ടിയാണെന്ന് പറഞ്ഞാൽ, കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവം അയച്ചത് അവൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ അകൃത്യങ്ങളെല്ലാം ചുമന്നിട്ട് അതിൽ നിങ്ങളെ വിടുവിച്ചിട്ട് അങ്ങനെ നിങ്ങളെ അതിലൂടെ അനുഗ്രഹിക്കുവാൻ വേണ്ടിയാണ്. Christ is the Prince of Blessings. കർത്താവായ യേശു അനുഗ്രഹങ്ങളുടേതായ പ്രഭുവും രാജകുമാരനുമാണ്. He is the source and fountain of all blessings. എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവയും അടിസ്ഥാനവും യേശുവാണ്. How many of you agree with that? Shout hallelujah, lifting up your hand. അംഗീകരിക്കുന്നവർ കരമുയർത്തി ഒരു ഹല്ലേലൂയ മുഴക്കിയാട്ടെ. അനുഗ്രഹത്തിൻ അധിപതിയേ അനന്ത കൃപ വരുന്നതിയേ
പാടിയാട്ടെ. അനുഗ്രഹത്തിൻ അധിപതി അനന്ത കൃപ പെരുന്നതി ഓ അനുദിനമേ പദഗതി ആമേൻ. അണിയാലുകേ കൃപമതി അനുദിനമേ പദഗതി അണിയാലുകേ കൃപമതി. Everyone clap your hands and sing this song again. എല്ലാവരും ചേർന്ന് കൈകളടിച്ച് ഈ പാട്ട് വീണ്ടും പാടാം. Right now he will start to give blessing to you and me. ഇപ്പോൾ തന്നെ നിങ്ങളെയും എന്നെയും കർത്താവ് അനുഗ്രഹിക്കുവാൻ ആരംഭിച്ചിരിക്കുന്നു. The God of or the Prince of the blessing is in our midst. അതെ, അനുഗ്രഹത്തിന്റെ അധിപതിയായവൻ നമ്മുടെ നടുവിൽ ഇപ്പോൾ ഉണ്ട്. He is walking in our midst. അത് നമ്മുടെ മധ്യേ ഉലാവുന്നു. He wants to bless you and me. നിങ്ങളെ എന്നെ അനുഗ്രഹിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. So we are by great faith clap our hands and sing this chorus again. നമ്മളെല്ലാവരും വലിയ വിശ്വാസത്താൽ കൈകളടിച്ച് ഈ പല്ലവി വീണ്ടും പാടാം. അനുഗ്രഹത്തിൻ അധിപതി അനന്ത കൃപ പെരുന്നതി അനുഗ്രഹത്തിൻ അധിപതി അനന്ത കൃപ പെരുന്നതി അനുദിനമേ പദഗതി അണിയാലുകേ കൃപമതി അനുദിനമേ പദഗതി അണിയാലുകേ കൃപമതി അനുഗ്രഹത്തിൻ അധിപതി അനന്ത കൃപ പെരുന്നതി 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 ആമേൻ. അനുഗ്രഹത്തിൻ അധിപതിയേ അനന്ത കൃപ പെരുന്നതി. Hallelujah, 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 hallelujah. Yes, the river of the great river of blessing is in our midst, who is our Christ himself. അതെ, അനുഗ്രഹത്തിന്റെ ഒരു മഹാനദി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ നടുവിൽ ഇപ്പോഴുണ്ട്. He is the source and fountain of all blessings in this world and also world to come. അതെ, ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലുള്ളതായ എല്ലാ അനുഗ്രഹത്തിന്റെയും ഊറ്റും ഉറവും നമ്മുടെ കർത്താവായ യേശുവത്രേ. Praise be to God. ദൈവത്തിന് സ്തോത്രം. To take away the iniquity from our life, നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകൃത്യത്തെ എടുത്തു മാറ്റേണ്ടതിന് Christ did 7 things. കർത്താവായ യേശുക്രിസ്തു 7 കാര്യം ചെയ്തു. I will say that and come back to our point. ബൈബിൾ അത് പറയുന്നു, ഞാനത് പറയാം. ഇപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരാം. Praise be to God. ദൈവത്തിന് സ്തോത്രം. 7 things Christ did to take away your and mine iniquities. നിങ്ങളുടെയും എന്റെയും അകൃത്യം എടുത്തു മാറ്റുവാൻ കർത്താവായ യേശു 7 കാര്യം ചെയ്തു. And first of all, it is written in Isaiah 59 verse 11. യെശയ്യാപ്രവചനം 59 അധ്യായം 11 വാക്യത്തിൽ ഒന്നാമതായി എഴുതിയിരിക്കുന്നത്, He did bear our iniquity at the cross. അവൻ നമ്മുടെ അകൃത്യങ്ങളെല്ലാം തന്റെ മേൽ ചുമന്നിരിക്കുന്നു. He did bear all our iniquities at the cross. അവൻ ക്രൂശിൽ നമ്മുടെ എല്ലാ അകൃത്യങ്ങളെയും ചുമന്നിരിക്കുന്നു. That is written in 11th verse. അതാണ് 11 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. Praise be to God. ദൈവത്തിന് സ്തോത്രം. And what God did, എന്നാൽ ദൈവം എന്ത് ചെയ്തു? 6th verse says, He laid all our iniquities upon Him. ദൈവമോ എല്ലാവരുടെ അകൃത്യങ്ങളെ അവന്റെ മേൽ ചുമത്തി. Praise be to God. ദൈവത്തിന് സ്തോത്രം. God placed all the iniquities, all the people's iniquities upon Him. ദൈവം എല്ലാവരുടെയും എല്ലാ അകൃത്യങ്ങളെയും തന്റെ മേൽ ചുമത്തി. That is why Jesus Christ was separated at crucifixion from God. He said, Oh my Father, why thou hast forsaken me? അതുകൊണ്ടാണ് ക്രൂശീകരണവേളയിൽ കർത്താവായ യേശു പിതാവിൽ നിന്ന് അകറ്റപ്പെട്ടത്. അവൻ നിലവിളിക്കുകയാണ്, എന്റെ ദൈവമേ, നീ എന്തുകൊണ്ട് എന്നെ കൈവിട്ടു? The iniquity of you and me
were placed upon Christ separates Christ from God. നിങ്ങളുടെയും എന്റെയും അകൃത്യം ക്രിസ്തുവിന്റെ മേൽ ചുമത്തപ്പെടുന്നു. അത് ക്രിസ്തുവിനെ ദൈവത്തിൽ നിന്ന് വേർപെടുത്തുന്നു. And before that, afterwards, Christ did not separated from the living God. അതിനു മുൻപോ അതിനുശേഷമോ കർത്താവായ യേശു ആ ജീവനുള്ള ദൈവത്തിൽ നിന്ന് അകന്നിട്ടില്ല. Christ did bear yours and mine iniquities upon him at the cross. ആകയാൽ കർത്താവായ യേശു ക്രിസ്തു ആ ക്രൂശിൽ നിങ്ങളുടെയും എന്റെയും എല്ലാ അകൃത്യങ്ങളും തന്റെ മേൽ ചുമന്നു. Praise be to God. ദൈവത്തിന് സ്തോത്രം. To take away the iniquity from our life. നമ്മുടെ ജീവിതത്തിലെ അകൃത്യം എടുത്തു മാറ്റുവാൻ. Or to receive the punishment of yours and mine life. നിങ്ങളുടെയും എന്റെയും ജീവിതത്തിന് വരേണ്ടിയിരുന്ന ശിക്ഷാവിധിയെ താൻ ചുമക്കേണ്ടതിന്. And if you believe this night, who can remove this iniquity, this sin, this problem from my life? Christ says, we introduce Christ, who bore all your iniquities before 2000 years at the cross. എന്റെ അകൃത്യങ്ങളെ, എന്റെ ഭാരങ്ങളെ ആര് ചുമന്ന് എടുത്തു മാറ്റുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ 2000 വർഷങ്ങൾക്ക് മുൻപേ കർത്താവായ യേശുക്രിസ്തു തന്റെ ആ ക്രൂശീകരണത്താൽ നിങ്ങളുടെയും എന്റെയും അകൃത്യങ്ങളെ തന്റെ മേൽ ചുമന്നിരിക്കുന്നു. He bruised for our iniquities. നമ്മളുടെ അകൃത്യങ്ങൾ നിമിത്തം അവൻ തകർന്നിരിക്കുന്നു. Bruised within him, not outside. Outside he was wounded, that is bruised within him. അവൻ പുറമേയല്ല, തന്റെ ഉള്ളിൽ അവൻ തകർന്നിരിക്കുന്നു. പുറമേ അവൻ മുറിവേൽക്കുകയാണ് ചെയ്തത്. Praise be to God. ദൈവത്തിന് സ്തോത്രം. So he received that because of yours and my iniquities. നിങ്ങളുടെയും എന്റെ അകൃത്യ നിമിത്തമാണ് അവന് ഇങ്ങനെയൊക്കെയും സംഭവിച്ചത്. He bore our iniquities. അവൻ നമ്മുടെ അകൃത്യങ്ങളെ ചുമന്നു. And secondly, he was bruised for all our iniquities. രണ്ടാമതായി നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം, നമ്മുടെ എല്ലാ അകൃത്യങ്ങൾ നിമിത്തം അവൻ തകർന്നിരിക്കുന്നു. Praise be to God. ദൈവത്തിന് സ്തോത്രം. Thirdly, മൂന്നാമത്, if you read Psalm 103 verse 3, 103 സങ്കീർത്തനം 3-ാം വാക്യം വായിച്ചാൽ, it is written, he forgiveth all our iniquities and heal all our sicknesses. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, സകല രോഗങ്ങളെയും സൗഖ്യമാകുന്നു. Read that verse. ദയവായി ആ വാക്യം വായിക്കുക. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. Who forgiveth all thine iniquities, who healeth all thy diseases. Forgiveth all iniquities, heal all our sicknesses. നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. What does it mean? അതിന്റെ അർത്ഥം എന്ത്? All the cause of your sickness is your iniquities. നിങ്ങളുടെ സകല രോഗത്തിന്റെയും കാരണം എന്നത് നിങ്ങളുടെ അകൃത്യങ്ങളാണ്. The sickness of the whole world is because of the iniquity of the whole world. മുഴു ലോകത്തിന്റെയും രോഗത്തിന്റെ കാരണം മുഴു ലോകത്തിന്റെ അകൃത്യമാണ്. Praise be to God. ദൈവത്തിന് സ്തോത്രം. But what Christ does, ക്രിസ്തു ചെയ്യുന്നതെന്ത്? forgiveth all your iniquities നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, and healing all your sicknesses. സകല രോഗങ്ങളെ സൗഖ്യമാകുന്നു. If anyone enjoyed this word in your life, he forgiveth all your iniquities at the time of salvation, and he healed all your sicknesses. If that is your experience, now lift up your hand and say hallelujah. നിങ്ങൾ രക്ഷിക്കപ്പെട്ട സമയത്ത് അവൻ നിങ്ങളുടെ അകൃത്യങ്ങളെല്ലാം മോചിച്ച് നിങ്ങൾ രോഗിയായപ്പോൾ നിങ്ങളുടെ രോഗങ്ങളെ അന്നേരം തന്നെ നിങ്ങളുടെ അകൃത്യങ്ങളെ മോചിച്ച് അന്നേരം തന്നെ നിങ്ങളുടെ രോഗങ്ങളെ സൗഖ്യമാക്കിയ അനുഭവം നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒരു ഹല്ലേലൂയ മുഴക്കിയാട്ടെ. How many witnesses are in our midst? നോക്കുക, നമ്മുടെ മധ്യ എത്രയോ സാക്ഷികളുണ്ട്. God is faithful, as pastor told. He is great and faithful. നമ്മുടെ പാസ്റ്റർ പറഞ്ഞതുപോലെ അവൻ വിശ്വസ്തതയിൽ വലിയവനാണ്. He is great in faithfulness. അവൻ വിശ്വസ്തതയിൽ വലിയവൻ. His mercy is new every morning. അവന്റെ കൃപദയ രാവിലെ തോറും പുതിയത്. That never fails. ഒരു നാളും അത് ഇല്ലാതെയാകുന്നില്ല. By which we are not consumed by that. അതിനാൽ നാം ഒടിഞ്ഞു പോകാതിരിക്കുന്നു. Hallelujah. ഹല്ലേലൂയ.
ഹല്ലേലൂയ. Praise be to the holy name of Jesus. യേശുവിന്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം. Our Christ is in our midst. നമ്മുടെ ക്രിസ്തു നമ്മുടെ മധ്യേ ഉണ്ട്. Our heavenly Father is in our midst. നമ്മുടെ സ്വർഗ്ഗസ്ഥനായ പിതാവ് നമ്മുടെ നടുവിലുണ്ട്. Holy Spirit is in our midst. നമ്മുടെ പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിലുണ്ട്. Angels are in our midst. ദൂതന്മാർ നമ്മുടെ മധ്യേ ഉണ്ട്. We are not alone. നാം തനിച്ചല്ല. We are not deserted. We are not orphans or semi-orphans. നാം അനാഥരോ കൈവിടപ്പെട്ടവരോ ഉപേക്ഷിക്കപ്പെട്ടവരോ അല്ല. But we are the children of the heavenly God. നാം സ്വർഗീയ ദൈവത്തിന്റെ മക്കളത്രേ. Christ is here now to take away your iniquities. ഇപ്പോൾ തന്നെ നിന്റെ അകൃത്യങ്ങൾ എടുത്തു മാറ്റുവാൻ ക്രിസ്തുവിനെയുണ്ട്. He is here to forgive all your sicknesses and heal all your forgive all your iniquity and heal all your sicknesses. അകൃത്യങ്ങളൊക്കെ മോചിച്ച് നിന്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ ക്രിസ്തു ഇപ്പോൾ ഇവിടെയുണ്ട്. Not tomorrow or day after tomorrow, after Sunday, or right now itself. നാളെയോ മറ്റന്നാളോ അല്ല, ഞായറാഴ്ച കഴിഞ്ഞിട്ടുമല്ല, ഇപ്പോൾ തന്നെ. He wants to forgive your sins. നിന്റെ പാപങ്ങളെ ക്ഷമിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. He wants to forgive your iniquities. നിന്റെ അകൃത്യങ്ങളെ ക്ഷമിക്കുവാൻ ആഗ്രഹിക്കുന്നു. Wherever you accept you are a man of iniquity and Christ forgive my iniquity and heal my sicknesses. At once the healing will take place. നിങ്ങൾ എവിടെ ആയിരുന്നാലും നിങ്ങൾ നിങ്ങളുടെ അവസ്ഥകളെ സമ്മതിക്കുക. ഞാൻ അകൃത്യം ചെയ്തവനായൊരു മനുഷ്യനാണ്. കർത്താവായ യേശുവേ, എന്റെ അകൃത്യങ്ങളെ മോചിക്കണമേ, എന്റെ രോഗങ്ങളെ സൗഖ്യമാക്കണമെന്ന് നിങ്ങളിപ്പോൾ എവിടെയായിരുന്നാലും പറയുക. ഉടനടി നിങ്ങൾക്ക് സൗഖ്യമുണ്ടാകും. You may be inside or outside. ഒരുപക്ഷെ നിങ്ങൾ ഇവിടെ അകത്തായിരിക്കാം, അല്ലെങ്കിൽ പുറത്തായിരിക്കാം. You may be a believer or non-believer. ഒരു വിശ്വാസിയോ അവിശ്വാസിയോ ആകാം. Whosoever you might be. നിങ്ങൾ ആരുമാകട്ടെ, Accept and pray, Lord, forgive my iniquities. He will forgive your iniquity and heal all your sicknesses. നിങ്ങളത് സമ്മതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവേ, എന്റെ അകൃത്യങ്ങളെല്ലാം ക്ഷമിക്കണമേ എന്ന്. അവൻ നിങ്ങളുടെ അകൃത്യങ്ങളൊക്കെ ക്ഷമിച്ച് നിങ്ങളുടെ സകല രോഗങ്ങളെയും അവൻ സൗഖ്യമാകും. He is faithful God. താൻ വിശ്വസ്തനായ He ദൈവം. has great faithfulness to forgive all your iniquities and heal all your sicknesses. അത് നിങ്ങളുടെ അകൃത്യങ്ങളൊക്കെ ക്ഷമിക്കുവാനും നിങ്ങളുടെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുവാനും അവൻ വിശ്വസ്തതയിൽ വലിയവനാണ്. How many of you want to come out of your iniquities and your sicknesses? നിങ്ങളുടെ അകൃത്യങ്ങളിൽ നിന്ന് രോഗങ്ങളിൽ നിന്ന് വിമുക്തി നേടുവാൻ നിങ്ങളിൽ എത്ര പേര് ആഗ്രഹിക്കുന്നു? This night is the night of blessing to you, dear children of God. പ്രിയ ദൈവമക്കളെ, ഇന്ന് രാത്രി നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്ന അനുഗ്രഹത്തിന്റെ രാത്രി. God has brought you here to receive blessings from Him. ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനാണ് ദൈവം ഇന്ന് നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്. All the days of your life so far you might have received only the curse or sickness or problems or sorrows or many other things from Satan. But from this night onwards, God says, I will bless you from today. ഇന്നുവരെ നിങ്ങൾ ഒരുപക്ഷെ സാത്താനിൽ നിന്ന് ശാപങ്ങളോ രോഗങ്ങളോ പ്രശ്നങ്ങളോ സങ്കടങ്ങളോ വേദനകളോ ആയിരിക്കാം പ്രാപിച്ചത്. എന്നാൽ കർത്താവ് പറയുന്നു, ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുമാകയാൽ ഇന്നു മുതൽ നിങ്ങൾ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടേയിരിക്കും. Come unto me. എന്റെ അടുക്കൽ വരുവിൻ. Jesus calls you. യേശു നിങ്ങളെ വിളിക്കുന്നു. Don't go to anywhere else in this world. ഈ ലോകത്തിൽ മറ്റെങ്ങും നീ പോകേണ്ട. Nobody could take away your iniquity from your life. നിന്റെ ജീവിതത്തിൽ നിന്റെ അകൃത്യം മാറ്റുവാൻ മറ്റാർക്കും കഴിയില്ല. Only Christ would heal all your sicknesses. യേശുവിന് മാത്രമേ നിന്റെ എല്ലാ രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിയൂ. God wants to heal all your sicknesses this night. രാത്രി നിന്റെ എല്ലാ രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. You just start to pray by believing this verse. You just start to pray by believing this verse. ഈ വാക്കുകളെ വിശ്വസിച്ചുകൊണ്ട് നീ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയാൽ മതി. Lord will do wonders in your life. കർത്താവ് നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യും. God will do miracles in your family. നിന്റെ കുടുംബത്തിൽ ദൈവം അതിശയം പ്രവർത്തിക്കും. You will receive blessings and go back from here. നീ അനുഗ്രഹങ്ങളെ പ്രാപിച്ചിട്ട് ഇവിടെ നിന്ന് പോകും. Nothing is impossible with our Jesus. നമ്മുടെ യേശുവിന് സാധ്യമായൊന്നുമില്ല. He is the God of all flesh. അവൻ സകല ജഡത്തിന്റെയും ദൈവം. He challenges, is anything too hard for me? അവൻ വെല്ലുവിളിക്കാൻ എനിക്ക് അസാധ്യമായ വല്ല കാര്യമുണ്ട്. How many of you believe that nothing is impossible with our Christ? Lift your hand and shout out hallelujah. എന്റെ യേശുവിന് അസാധ്യമായ ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തി ഒരു ഹല്ലേലൂയ മുഴക്കിയാട്ടെ. He will do great things this night to you. അവൻ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി മഹത്തായ കാര്യങ്ങൾ ചെയ്യും. Praise be to God. ദൈവത്തിന് സ്തോത്രം. He is forgiving all your iniquities. അവൻ നിന്റെ അകൃത്യമൊക്കെ മോചിക്കുന്നു. Not only that, ഇത് മാത്രവുമല്ല, if you read Titus chapter 2 verse 14, തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ
He redeems us from all our iniquities. അവൻ നമ്മുടെ സകല അകൃത്യങ്ങളിൽ നമ്മെ വീണ്ടെടുക്കുന്നു. Praise be to God. ദൈവത്തിന് സ്തോത്രം. How he redeems? എങ്ങനെയാണ് വീണ്ടെടുക്കുന്നത്? By giving his precious blood. തന്റെ വിലയേറിയ രക്തം നൽകുന്നതിലൂടെ. By giving his spotless and blameless and sinless blood. അവന്റെ പാപരഹിതമായ കറയില്ലാത്ത കളങ്കമില്ലാത്ത രക്തത്തെ അവൻ അതിനായി നൽകുന്നു. He gave all his blood or shed all his blood upon the cross. അവന്റെ സകല എല്ലാ രക്തവും അവസാനത്തുള്ളി വരെയും കാൽവരി ക്രൂശിൽ അവൻ ചിന്തി. He shed his blood upon the cross for many purposes, many blessings to give you and me. അവൻ പല ഉദ്ദേശങ്ങളോടുകൂടെ എനിക്ക് നിങ്ങൾക്ക് അനവധി അനുഗ്രഹങ്ങൾ നൽകേണ്ടതിന് തന്റെ രക്തം ക്രൂശിൽ ചൊരിഞ്ഞു. All his blood he dropped at the cross. അവൻ തന്റെ എല്ലാ രക്തവും ക്രൂശിൽ ചിന്തി. Praise be to God. ദൈവത്തിന് സ്തോത്രം. The same Christ is redeeming you and me from all iniquities by his precious blood. അതേ ക്രിസ്തു തന്നെ തന്റെ വിലയേറിയ രക്തത്താൽ നമ്മെ തന്നെ നമ്മുടെ എല്ലാ കൃത്യങ്ങളിൽ നിന്ന് വീണ്ടെടുക്കുന്നു. Praise be to God. ദൈവത്തിന് സ്തോത്രം. Dear friends, dear children of God, പ്രിയ സ്നേഹിതരെ, പ്രിയ ദൈവമക്കളെ, Christ is walking as a high priest and merciful Christ, and he is walking in our midst as a faithful high priest with his blood to redeem you from all your iniquities this night. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നിങ്ങളുടെ എല്ലാ കൃത്യങ്ങളിൽ നിന്ന് രാത്രി വീണ്ടെടുക്കേണ്ടതിന് കരുണയുള്ള മഹാപുരോഹിതനായി, വിശ്വസ്തനായ മഹാപുരോഹിതനായി തന്റെ വിലയേറിയ രക്തവുമായി നമ്മുടെ മധ്യേ ഇതാ ഉലാവിക്കൊണ്ടിരിക്കുന്നു. What is redemption means? വീണ്ടെടുപ്പ് എന്നാൽ എന്താണ് അർത്ഥം? By giving the blood of Christ he is redeeming you means afterwards no power in this world has domination over your iniquity, or no power could make you do iniquity. ആകയാൽ ക്രിസ്തു തന്റെ രക്തത്താൽ നിങ്ങളെ വീണ്ടെടുക്കുമെന്ന് പറയുമ്പോൾ ഇത് മുതൽ നിങ്ങളുടെ മേൽ അകൃത്യത്തിന് യാതൊരു ആധിപത്യവുമില്ല. അകൃത്യത്താൽ നിങ്ങളുടെ മേൽ ആധിപത്യം ചുമത്തുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. That Christ is doing by his precious blood. കർത്താവായ യേശു തന്റെ വിലയേറിയ രക്തത്താൽ ഈ പ്രവൃത്തിയെ ചെയ്യുന്നു. That is why we are singing that wonderful power in the blood of Jesus. നാം പാടുന്നുണ്ടല്ലോ, യേശുവിന്റെ രക്തത്തിൽ അത്ഭുത ശക്തിയുണ്ട്. Thousands of powers are included in the blood of Christ. അതേ കർത്താവായ യേശുവിന്റെ രക്തത്തിൽ ആയിരം ശക്തി അടങ്ങിയിട്ടുണ്ട്. Praise be to God. ദൈവത്തിന് സ്തോത്രം. He is able to redeem you this night by his blood. രാത്രി തന്റെ വിലയേറിയ രക്തത്താൽ യേശു നിങ്ങളെ വീണ്ടെടുക്കുവാൻ ശക്തി. Oh, come unto that Christ. ഈ ക്രിസ്തുവിന്റെ അടുക്കലേക്ക് വരിക. Come unto that merciful Christ to be pardoned, to be forgiven by him. അവനാൽ നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുവാൻ, മോചിക്കപ്പെടുവാൻ ഈ കരുണയുള്ള ഈ ക്രിസ്തു യേശുവിന്റെ അടുക്കലേക്ക് വരിക. Praise be to God. ദൈവത്തിന് സ്തോത്രം. Above all these things, ഈ എല്ലാ കാര്യങ്ങളെക്കാൾ ഉപരിയായി we do read in Hebrews chapter 8 verse 12. എബ്രായ ലേഖനം 8:12 നാം വായിക്കുന്നു, He is merciful upon our iniquity. അവൻ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം നമ്മളോട് കരുണയുള്ളവനാണ്. And he will forget all our iniquities. അവൻ നമ്മുടെ അകൃത്യങ്ങളെല്ലാം മറന്നു കളയും. He will not remember that. പിന്നീട് അതിനെ ഓർക്കുകയില്ല. Please read. ദയവായി വായിക്കുക. ഞാൻ അവരുടെ അകൃത്യങ്ങളെ കുറിച്ച് കരുണയുള്ളവനാകും, അവരുടെ പാപങ്ങളെ ഇനി ഓർക്കുകയുമില്ല എന്ന് കർത്താവിന്റെ അരുളപ്പാട്. For I will be merciful to their unrighteousness, and their sins and their iniquities will I remember no more. In Malayalam here, I will remember no more iniquities not written, but 10th chapter 17th verse, please see. 10th അധ്യായത്തിന്റെ 17ാം വാക്യം വായിക്കും. അവരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഞാൻ ഇനി ഓർക്കുകയുമില്ല. And their sins and iniquities will I remember no more. Hallelujah. Hallelujah. God says, ദൈവം പറയുന്നു, I will bear your iniquity. ഞാൻ നിങ്ങളുടെ അകൃത്യങ്ങളെ ചുമക്കും. I will forgive your iniquity. ഞാൻ നിങ്ങളുടെ അകൃത്യം I will ക്ഷമിക്കും. redeem you from your iniquity. നിങ്ങളുടെ അകൃത്യങ്ങളിൽ നിന്ന് I വീണ്ടെടുക്കും. will merciful to your iniquity. നിങ്ങളുടെ അകൃത്യങ്ങളെ കുറിച്ച് കരുണയുള്ളവനാകും. More than that, എല്ലാറ്റിനേക്കാൾ വലിയ I will remember no more your iniquity. ഇനി ഒരിക്കലും നിങ്ങളുടെ അകൃത്യങ്ങളെ ഞാൻ ഓർക്കുകയേയില്ല. നീ അകൃത്യം ഓർമ്മ വച്ച ആരു നിൽക്കും നിർമ്മലനേ, നീ അകൃത്യം ഓർമ്മ വച്ച ആരു നിൽക്കും നിർമ്മലനേ.
എല്ലാവർക്കും അറിയാന്നുള്ളതാണല്ലോ. വാ തുറന്ന് പാടിയാട്ടെ. കാട്ടിടുന്നു സാധുവീര് കാട്ടിടുന്നു സാധുവീര് സ്വർപ്പുരമ്പി വിട്ടുവന്നു ഇപ്പോഴുവാൻ സ്വർപ്പുരമ്പി വിട്ടുവന്നു ഇപ്പോഴുവാൻ എന്നിടാൻ നീയാകത്യ ആരു നിൽക്കും നിർമ്മലരേ നീയാകത്യം ഓർമ്മ വച്ചാൽ ആരു നിൽക്കും നിർമ്മലരേ കാട്ടിടുന്നു സാധുവീര് കാട്ടിടുന്നു സാധുവീര്. ഹല്ലേലൂയ. Praise be to God. ദൈവത്തിന് സ്തോത്രം. Our God wants only to bless you and me this night also. രാത്രിയും ദൈവം എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുവാൻ മാത്രമാണ് ആഗ്രഹിക്കുന്നത്. Why God created you? ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത് എന്തുകൊണ്ട്? Could you say why God created you? നിങ്ങൾക്ക് പറയാമോ ദൈവം നിങ്ങളെ എന്തുകൊണ്ട് സൃഷ്ടിച്ചു? Some, when they are going through troubles and difficulties and sicknesses, asking God, why you created me? ചിലർ കഷ്ടങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും പോകുമ്പോൾ ചോദിക്കും, ദൈവമേ നീ എന്തിനാണ് എന്നെ സൃഷ്ടിച്ചത്? And some ask their parents also, why you gave birth to me? ചിലർ മാതാപിതാക്കളോടും ചോദിക്കും, എന്തിനാണ് എനിക്ക് ജന്മം തന്നത്? Praise be to God. ദൈവത്തിന് സ്തോത്രം. And oftenly when we are going to difficulty, some are raising such questions. കൂടെ ചിലപ്പോൾ നമ്മളിൽ ചിലർ കഷ്ടങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ കൂടെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. I will say two things why God created you and me. ദൈവം നിങ്ങളെയും എന്നെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയെന്ന് ബൈബിൾ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. If you read Genesis chapter 1 verse 27, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-ാം വാക്യം വായിച്ചാൽ, God created man in his own image, and the image of God he created him, male and female he created him. ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവനെ സൃഷ്ടിച്ചു. Next verse. അടുത്ത വാക്യം. I don't know how it is written in Malayalam. മലയാളത്തിൽ എങ്ങനെ എഴുതിയിരിക്കുന്നു എന്ന് എനിക്ക് അത്ര അറിയില്ല. In English, ഇംഗ്ലീഷിൽ God blessed him. ദൈവം അവരെ അനുഗ്രഹിച്ചു. അങ്ങനെയാണോ? അടുത്ത ലൈൻ അതാണോ? God created man. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. Afterwards, first work of God towards man, God blessed man. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് മനുഷ്യന് വേണ്ടി ദൈവം ആദ്യമായി ചെയ്ത ഒന്നാമത്തെ പ്രവൃത്തി ദൈവം അവരെ അനുഗ്രഹിച്ചു. Am I right? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? Is it in your Bible? നിങ്ങളുടെ ബൈബിളിൽ അങ്ങനെയുണ്ടോ? Do you believe that? നിങ്ങൾ അങ്ങനെ വായിക്കുന്നുണ്ടോ? Do you believe that? നിങ്ങൾ അത് വിശ്വസിക്കുന്നോ? Why God created you? ദൈവം നിങ്ങളെ എന്തിനായി സൃഷ്ടിച്ചു? Say. പറഞ്ഞാട്ടെ. അയ്യോ, please say. ദയവായി ഒന്ന് പറയൂ. Servants of God say. വേലക്കാരെന്ന് പറഞ്ഞ്. Believers, please say. വിശ്വാസികളെന്ന് പറഞ്ഞ്. Loudly. ഉച്ചത്തിൽ. Once again. ഒരിക്കൽ കൂടി. God created you and me to bless us. ദൈവം നിങ്ങളെയും എന്നെയും സൃഷ്ടിച്ചത് നമ്മെ അനുഗ്രഹിക്കാൻ വേണ്ടി, not any other purpose. മറ്റൊരു ഉദ്ദേശത്തിനുമല്ല. Not to inherit curse or sickness or death or any other thing. These all are coming from Satan, our adversary. ശാപമോ രോഗമോ മരണമോ മറ്റൊന്നുമേ അനുഭവിക്കാൻ വേണ്ടിയല്ല. ഇതൊക്കെയും നമ്മുടെ പ്രതിയോഗിയായ സാത്താനിൽ നിന്നാണ് വരുന്നത്. Only bless you and me. God created you and me and the whole worldly people. ദൈവം
എന്നെയും നിങ്ങളെയും ലോകത്തിലുള്ള എല്ലാവരെയും സൃഷ്ടിച്ചത് അനുഗ്രഹിക്കാൻ വേണ്ടി മാത്രമാണ്. Praise be to God. ദൈവത്തിന് സ്തോത്രം. Our God is the God of blessing. നമ്മുടെ ദൈവം അനുഗ്രഹങ്ങളുടെ ദൈവം. He wants to bless you and me. നിങ്ങളെയും എന്നെ അനുഗ്രഹിക്കാൻ ദൈവം This night ആഗ്രഹിക്കുന്നു. He wants to bless you and me. ഈ രാത്രിയിൽ അവൻ നിങ്ങളെയും എന്നെ അനുഗ്രഹിക്കും. If you ask question unto God, till this day why you created me, this day I am telling the answer. God created you to bless you, bless you, bless you. Believe. I am telling from the word of God. ഇന്ന് വരെ നിങ്ങൾ ദൈവമേ എന്നെ എന്തിനു വേണ്ടി സൃഷ്ടിച്ചു എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇന്ന് പറയട്ടെ, ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത് നിങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ്, അനുഗ്രഹിക്കാൻ വേണ്ടി മാത്രമാണ്. അത് വിശ്വസിക്കുക. ഞാൻ പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. You may go through sickness or weakness or troubles or trials or temptations or problems or many other things. They all are true. But God created you to bless you. Surely He will bless one day. This night He will bless you. നിങ്ങൾ ഒരു പക്ഷേ രോഗങ്ങളിലൂടെ, ബലഹീനതകളിലൂടെ, കലക്കങ്ങളിലൂടെ, കഷ്ടങ്ങളിലൂടെ പോവുകയായിരിക്കാം. എന്നാൽ വിശ്വസിക്കുക, ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത് അനുഗ്രഹിക്കുവാൻ വേണ്ടിയാണ്, അനുഗ്രഹിക്കാൻ വേണ്ടി മാത്രമാണ്. അത് വിശ്വസിച്ചുകൊണ്ടേയിരിക്കുക. ഇന്ന് രാത്രി മുതൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരും. No one has right to ask the Creator, why you created me, because He created you with a great eternal purpose. No one has right. ആർക്കും അനുവാദമോ അധികാരമോ ഇല്ല. ദൈവമേ നീ എന്നെ എന്തിനു സൃഷ്ടിച്ചു എന്ന് ചോദിക്കുന്നതിന് ആർക്കും അനുവാദമോ അധികാരമോ ഇല്ല. എന്തുകൊണ്ടെന്നാൽ കർത്താവ് ഒരു വലിയ ഉദ്ദേശത്തോടുകൂടെ, നിത്യ ഉദ്ദേശത്തോടുകൂടെ നിങ്ങളെയും എന്നെയും സൃഷ്ടിച്ചിരിക്കുകയാണ്. Praise be to the holy name of Jesus. ദൈവത്തിന്റെ വിശുദ്ധനാമത്തിന് സ്തോത്രം. Secondly, രണ്ടാമത്, why God created? ദൈവം നമ്മളെ എന്തിനു സൃഷ്ടിച്ചു? Revelation chapter 4, വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 11th verse. 11-ാം വാക്യം. കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിലിടും. Thou art worthy, O Lord, to receive glory and honor and power, for thou hast created all things, and for thy pleasure they are and were created. Praise be to God. ദൈവത്തിന് സ്തോത്രം. Thou art created all things for thy pleasure. കർത്താവേ, നിന്റെ ഇഷ്ടത്തിന്, നിന്റെ സന്തോഷത്തിന് വേണ്ടിയാണ് നീ എല്ലാം സൃഷ്ടിച്ചത്. Praise be to God. ദൈവത്തിന് സ്തോത്രം. He created all the visible and invisible things, old and new things, and you and me for His pleasure. ദൃശ്യമായതോ അദൃശ്യമായതോ, പഴയതോ പുതിയതോ, എന്നെയും നിങ്ങളെയും എല്ലാം ദൈവം സൃഷ്ടിച്ചത് തന്റെ സന്തോഷത്തിന്, ആനന്ദത്തിന് വേണ്ടിയാണ്. So while you are living in this world, you should not murmur, complain, quarrel, go away from God, but you should give pleasure unto that God. ആകയാൽ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ പരാതിപ്പെടുകയോ പെറുപെറുക്കുകയോ ദൈവത്തോട് കലഹിക്കുകയോ ദൈവത്തിൽ നിന്ന് അകലുകയോ ചെയ്യരുത്. നിങ്ങൾ ദൈവത്തിന് ആനന്ദം നൽകേണ്ടവരാണ്. അതിനുവേണ്ടി സൃഷ്ടിക്കപ്പെട്ടു. Praise be to God. ദൈവത്തിന് സ്തോത്രം. So God created everything for His pleasure. ആകയാൽ ദൈവം എല്ലാവറ്റിനെയും തന്റെ ആനന്ദത്തിന് വേണ്ടി സൃഷ്ടിച്ചു. And God created you and me to bless us. ആകയാൽ ദൈവം എന്നെ നിങ്ങളെ സൃഷ്ടിച്ചത് നമ്മെ അനുഗ്രഹിക്കുവാൻ. That is what we are reading in John chapter 1 verse 12. യോഹന്നാൻ 1:12 നാം അത് വായിക്കുന്നു. Praise be to God. ദൈവത്തിന് സ്തോത്രം. So this night that God is in our midst. ആകയാൽ ഇന്ന് രാത്രി ദൈവം നമ്മുടെ മധ്യയുണ്ട്. He is the God of all blessings. അവൻ സർവ്വാനുഗ്രഹങ്ങളുടെയും ദൈവം. It is pleased God to bless Israel. ഇസ്രായേലിനെ അനുഗ്രഹിക്കുന്നത് തന്നെ യഹോവയ്ക്ക്, കർത്താവിന് പ്രസാദം. Whosoever may say anything, whosoever prophesy anything, whosoever curse anything, that is not a problem unto God. That is not a problem unto our eternal God. He wants to bless you and me day and night. ആരെ എന്തും പറയട്ടെ, എന്തും പ്രവചിക്കട്ടെ, എന്തും ശപിക്കട്ടെ, ദൈവത്തിന് അതൊന്നും ഒരു പ്രശ്നമേ ഇല്ല. നിത്യനായ ദൈവത്തിന് രാത്രി എന്നെയും നിങ്ങളെ അനുഗ്രഹിക്കുവാൻ സാധിക്കും. If He wants to bless you and me this night, who can stop that? എന്നെയും നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ദൈവം ആഗ്രഹിച്ചാൽ അവനെ തടുക്കുവാൻ, അത് നിർത്താൻ പിന്നെ ആർക്ക് കഴിയും? If He wants to give His heavenly blessing this night, who can stop that? തന്റെ സ്വർഗീയ അനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് ദൈവം തരുവാൻ ഇന്ന് രാത്രി ആഗ്രഹിച്ചാൽ അത് തടുത്തു നിർത്തുവാൻ കഴിയുന്നവനാ. Praise be to God. ദൈവത്തിന് സ്തോത്രം. Oh dear children of God, dear friends, dear newcomers, whosoever you might be this night. പ്രിയ ദൈവമക്കളെ, പ്രിയ സ്നേഹിതരെ, പ്രിയ നവാഗതരെ, രാത്രി നിങ്ങൾ ആരായിരുന്നാലും You believe this message and go home and pray by telling this message and this promise
surely from this day onwards you will be blessed, you will never go down. രാത്രി ഈ സന്ദേശം, ഈ വാക്കുകളെ നിങ്ങൾ വിശ്വസിച്ച് ചെന്ന് ഈ വാക്കുകൾ ഏറ്റുപറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രി മുതൽ ഇന്ന് നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുക, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഒരിക്കലും അധോഗതിയോ താഴ്ചയോ നിങ്ങൾക്ക് വരികയേയില്ല. You might have gone through many difficulties past days in your life and in your ministry or in your family life. Don't think that God is able to change everything right now. കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ, നിങ്ങളുടെ ശുശ്രൂഷയിൽ നിങ്ങൾ ഒരുപക്ഷെ പലവിധമായ പ്രശ്നങ്ങളിലൂടെയോ പ്രതിസന്ധികളിലൂടെയോ പോയിരിക്കാം. അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ഇനി ആകുലപ്പെടേണ്ട. ഇന്ന് രാത്രി മുതൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. But God, before that, Jesus wants to take away your iniquities from your life. എന്നാൽ അതിനു മുമ്പേ നിങ്ങളുടെ അകൃത്യങ്ങളെ നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റുവാൻ യേശു ആഗ്രഹിക്കുന്നു. You confess one by one and forsake and take new decision. I will not do that in my life. ഓരോന്നോരോന്നായി കർത്താവിനോട് അതിനെ ചൊല്ലി അനുദപിച്ച് ഞാൻ ഇനി മേലാൽ ചെയ്യുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ഓരോന്നോരോന്നായി ഏറ്റുപറഞ്ഞാൽ, if you confess and forsake a new decision, Lord will start to bless you at once. നിങ്ങളത് അനുദപിച്ച് ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് പുതിയ തീരുമാനങ്ങൾ എടുത്താൽ ക്ഷണമ്പോൾ അപ്പോൾ തന്നെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. And that blessing will go on increasing in your life. അനുഗ്രഹമോ നിങ്ങളുടെ ജീവിതത്തിൽ തുടർന്ന് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. When I was a boy of 12 years, ഞാൻ 12 വയസ്സുള്ള ഒരു ബാലനായിരുന്നപ്പോൾ a person died near to my house. എന്റെ വീട്ടിനടുത്തുള്ള ഒരു വ്യക്തി മരിച്ചു. All were crying. എല്ലാവരും കരഞ്ഞുകൊണ്ടിരുന്നു. Night, രാത്രി I feared a lot. ഞാൻ വളരെ പേടിച്ചു. This night, if I die, ഇന്ന് രാത്രി ഞാൻ മരിച്ചാൽ what would be my next day? Where I will be the next day? അടുത്ത നാളിൽ എന്റെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ എവിടെയായിരിക്കും? All are crying by the death. എല്ലാവരും ആ മരണമത്തെ ചൊല്ലിക്കരയുന്നു. That death is a problem to all people. ആ പ്രശ്നം എല്ലാവർക്കും, മരണം എല്ലാവർക്കും ഒരു പ്രശ്നമാണ്. Our death gives problem to all people who are crying. എല്ലാവർക്കും പ്രശ്നമായതുകൊണ്ടാണല്ലോ എല്ലാവരും കരയുന്നത്. എല്ലാവർക്കും പ്രശ്നമായതുകൊണ്ടാണല്ലോ എല്ലാവരും കരയുന്നത്. If I die, I will be problem to all people. If I die, I will be also a problem to all people. ഞാൻ മരിച്ചാൽ ഞാൻ ദൈവത്തിന്റെ ജനത്തിന് ഒരു പ്രശ്നമായി. If I die, ഞാനും എല്ലാവർക്കും പ്രശ്നമായി തീരും. ഞാനും ഒരു പ്രശ്നമായി തീരും. എല്ലാവരും എന്നെ കണ്ട് കരയും. എല്ലാവരും എന്നെ കണ്ട് കരയും. ഞാൻ മരിച്ച കരയത്തില്ലേ? Praise be to God. ദൈവത്തിന് സ്തോത്രം. So I feared a lot. ഞാനും വളരെ പേടിച്ചു. I feared a lot. ഞാൻ വളരെയധികം മറ്റു വീട്ടിനടുത്തുള്ള ആൾ മരിച്ചു പോയതുകൊണ്ട് ഞാൻ വളരെ ഭയപ്പെട്ടു. അത് മരിച്ചുകൊണ്ട് വളരെയധികം ഭയപ്പെട്ടു. Praise be to God. ദൈവത്തിന് സ്തോത്രം. What I could do, Lord? കർത്താവേ, ഞാൻ എന്ത് ചെയ്യും? I went to my room. ഞാൻ എന്റെ റൂമിൽ പോയി. I closed the door. ഞാൻ വാതിലടച്ചു. I stood on my knee. ഞാൻ മുഴങ്കാലിലിരുന്നു. I confessed all my iniquities at the age of 12. എന്റെ 12ാമത്തെ വയസ്സിൽ എന്റെ എല്ലാ അകൃത്യങ്ങളും ഏറ്റു പറഞ്ഞു. And I confessed all iniquities. എല്ലാ അകൃത്യങ്ങളും ഏറ്റു പറഞ്ഞു. Now I am about 60. ഇപ്പോൾ എനിക്ക് ഏകദേശം 60നോട് എത്തിയിരിക്കുന്നു. Before about 48 years, 48 കൊല്ലം മുമ്പേ I received forgiveness of iniquity and joy and peace and rest from God before 48 years. ഞാൻ എന്റെ പാപകൃത്യങ്ങളിൽ നിന്ന് ക്ഷമ നേടി 48 കൊല്ലം മുമ്പേ എന്റെ ഹൃദയത്തിൽ ഞാൻ സമാധാനവും സന്തോഷവും സ്വസ്ഥതയും അനുഭവിച്ചു. From that day onwards, ആ നാൾ മുതൽ you say whether I am blessed or I have brought down. നിങ്ങൾ തന്നെ പറയുക, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടോ അല്ലെങ്കിൽ അധോഗതി പ്രാപിച്ചോ? ഒന്ന് പറഞ്ഞു. From that day onwards, ആ നാൾ മുതൽ Lord started to lift me up. കർത്താവിനെ ഉയർത്താൻ തുടങ്ങി. From spiritually, physically, literally, all the ways of my life. ആത്മീകമായി, ശാരീരികമായി, അക്ഷരീകമായി എന്റെ ജീവിതത്തിന്റെ എല്ലാ വഴികളിലും. Why? എന്തുകൊണ്ട്? God is a God of blessing. ദൈവം അനുഗ്രഹത്തിന്റെ ദൈവം. He wants to bless every servant of God. ഓരോ ദൈവ ശുശ്രൂഷകനെ അനുഗ്രഹിക്കുവാൻ He wants to lift everyone up. ഓരോരുത്തരെയും മുകളിലോട്ട് ഉയർത്താൻ ആഗ്രഹിക്കുന്നു. That's why Bible says, you submit yourself in the mighty hand of God that He may lift you up in due time. ദൈവത്തിന്റെ വചനപ്രകാരം പറയുന്നുവല്ലോ, അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പിൻ. Praise be to God. ദൈവത്തിന് സ്തോത്രം. Every believer also like that. ഓരോ വിശ്വാസി അങ്ങനെ തന്നെ. You look back at the day of your salvation. നിങ്ങളുടെ ആ രക്ഷയുടെ നാളിലേക്ക് ഒന്ന് പിന്തിരിഞ്ഞു നോക്കുക. When you receive the salvation, നിങ്ങൾ ആ രക്ഷ പ്രാപിച്ചപ്പോൾ, when you are so poor, നിങ്ങൾ വളരെ ദരിദ്രനായിരുന്നു. nothing in literally also you had nothing.
അക്ഷരികമായ നിലയിൽ ഒന്നുമില്ലായിരുന്നു. You all were so poor. നിങ്ങൾ പലരും വളരെ ദരിദ്രരായിരുന്നു. As we have heard the testimony, സാക്ഷ്യത്തിൽ നമ്മൾ കേട്ടല്ലോ, all are like that. എല്ലാവരും From അങ്ങനെയായിരുന്നു. that time onwards, നാലാനാൾ Lord started to bless you. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കാൻ തുടങ്ങി. Spiritually, physically, literally. ആത്മീകമായി, ശാരീരികമായി, അക്ഷരീകമായി. How many of you say this is the right thing? You say 3 hallelujah. താങ്കൾ പറയുന്നത് ശരിയാണ് സമ്മതിക്കുന്നവർ 3 ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. Praise be to God. ദൈവത്തിന് സ്തോത്രം. God is faithful. ദൈവം വിശ്വസ്തൻ. He is in our midst. താൻ നമ്മുടെ മധ്യമുണ്ട്. He is hearing our message also. നമ്മുടെ ഈ ദൂത് താൻ ശ്രവിക്കുകയും ചെയ്യുന്നു. So this night we should receive blessing from God and go back. ആകയാൽ ഇന്ന് രാത്രി ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെ പ്രാപിച്ചിട്ട് മടങ്ങിപ്പോകാം. Lord wants to give showers of blessing in our midst. Showers. കർത്താവ് അനുഗ്രഹം ആര് നമ്മുടെ മധ്യ പകരുവാൻ ആഗ്രഹിക്കുന്നു. He is able to do anything. തനിക്ക് എന്തും ചെയ്യുവാൻ ശക്തിയുണ്ട്. He wants to bless the big and small. വലിയവരെയും ചെറിയവരെ അനുഗ്രഹിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. He wants to bless servants of God and believers and newcomers. ശുശ്രൂഷകരെയും വിശ്വാസികളെയും കർത്താവ് അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. He wants to bless newcomers also. കർത്താവ് നവാഗതരെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. Wants to come new souls. പുതിയ ആത്മാക്കളെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. Whosoever you might be, നിങ്ങൾ ആരായാലും Lord wants to give you blessings. കർത്താവ് നിങ്ങൾക്ക് അനുഗ്രഹം തരുവാൻ First ആഗ്രഹിക്കുന്നു. blessing is forgiveness from your iniquity. അത് നിങ്ങളുടെ അകൃത്യങ്ങളിലെ തിരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കുവാൻ. First blessing is forgiveness from your iniquity. ഒന്നാമത്തെ അനുഗ്രഹം എന്നാൽ നിങ്ങളുടെ അനുഗ്രഹം എന്നാൽ അകൃത്യങ്ങളിൽ നിന്നുള്ളതായ മോചനം. Praise be to God. ദൈവത്തിന് സ്തോത്രം. Afterwards all blessings. അതിനുശേഷമായി എല്ലാ അനുഗ്രഹങ്ങളും. We want to receive a blessing this night. രാത്രി നിങ്ങൾ അനുഗ്രഹത്തെ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ We should receive blessing this night. രാത്രി നമ്മൾ അനുഗ്രഹം പ്രാപിക്കണം. For that I will say 3 things and finish. അതിനായി 3 കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. We should practice that. നാം ഇത് പരിശീലിക്കണം, അഭ്യസിക്കണം. From this night we should practice that. രാത്രിയിൽ നമ്മൾ അത് പരിശീലിക്കണം. From this night itself we should practice. രാത്രി മുതൽ തന്നെ അത് ചെയ്യണം. Without receiving blessing, അനുഗ്രഹം പ്രാപിക്കാതെ none should go out of this campus. ആരും ഈ പന്തൽ വിട്ടുപോകരുത്. How many of you agree with me? ഇത് എത്ര പേർ സമ്മതിക്കുന്നു? Whether you are a servant of God, നിങ്ങളൊരു വിശ്വശുശ്രൂഷകനായിരിക്കാം, are a believer, വിശ്വാസിയാകാം, are a sinner, പാപിയാകാം, are a backslider, are പിന്മാറ്റക്കാരനാകാം, a sick person, രോഗിയാകാം, anybody. ആരായിരുന്നാലും This night you should receive at least one blessing. ഇന്ന് രാത്രിയിൽ കുറഞ്ഞപക്ഷം ഒരു അനുഗ്രഹമെങ്കിലും പ്രാപിച്ചിരിക്കണം. Because our God wants to bless you and your family in the coming days. എന്തുകൊണ്ടെന്നാൽ നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെയും വരും നാളുകളിൽ അനുഗ്രഹിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. Lord wants to take you one day to heaven also. അത് മാത്രമല്ല, ഒരു നാളിൽ നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ട് ചെല്ലുവാനും ദൈവം ആഗ്രഹിക്കുന്നു. Praise be to God. ദൈവത്തിന് സ്തോത്രം. For that we should start to pray unto God in this manner. അതുകൊണ്ട് ഇന്ന് മുതൽ നാം ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. This night we want to pray in this manner. രാത്രിയിൽ നാം ഈ വിധത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. Judges chapter 1 verse 15. ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായം 15-ാം വാക്യം. Quickly. പെട്ടെന്ന് വായിക്കാം. Judges 1:15. ന്യായാധിപന്മാർ 1:15. അവൾ അവനോട് ഒരു അനുഗ്രഹം എനിക്ക് തരണമേ. Enough. And she said unto him, Give me a blessing. She said unto him, Give me a blessing. അവൾ അവനോട് ഒരു അനുഗ്രഹം എനിക്ക് തരണമേ. She means you and me. അവൾ എന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളുമാണത്. She asked unto her father, we are going to ask this night unto our heavenly Father, give me a blessing. അവൾ തന്റെ അപ്പനോടെന്ന പോലെ നാം നമ്മുടെ സ്വർഗ്ഗപിതാവിനോട് ഇന്ന് രാത്രി ചോദിക്കുവാൻ പോവുകയാണ്, എനിക്ക് ഒരു അനുഗ്രഹം തരണമേ. If you ask, Bible says, he that asketh will be given. യാചിക്കുന്ന ഏവനും ലഭിക്കുമെന്ന് ബൈബിൾ പറയുന്നല്ലോ. നിങ്ങൾ ചോദിച്ചാൽ Ask, it shall be given. അതെ, യാചിക്കുന്നവന് കിട്ടും. And knock, it shall be opened. മുട്ടുവിൻ, തുറക്കപ്പെടും. Seek, it shall be find out. അന്വേഷിപ്പിൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തും. He that asketh will receiveth. യാചിക്കുന്ന, ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു. If you ask in his name, it will be given. അവന്റെ നാമത്തിൽ അപേക്ഷിച്ചാൽ കിട്ടും. Lord, give me a blessing. കർത്താവേ, എനിക്കൊരു അനുഗ്രഹം തരണമേ. On that day, literally, Aksa asked this thing unto her father. അന്ന് അക്സ തന്റെ അപ്പനോട് ഈ അനുഗ്രഹം ചോദിച്ചതായ ആ നാൾ മുതൽ
and she was given. He gave that blessing. അവൾ ചോദിച്ചപ്പോൾ അവൻ അവൾക്ക് ആ അനുഗ്രഹത്തെ കൊടുത്തു. He gave blessing more than she asked. അവൾ ചോദിച്ചതിലും അധികമായിട്ടും കൊടുത്തു. Praise be to God. ദൈവത്തിന് സ്തോത്രം. That is the first experience. അതാണ് ഒന്നാമത്തെ അനുഭവം. If you do not receive blessing by praying in this manner, ഈ വിധത്തിൽ പ്രാർത്ഥിച്ച് നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കുന്നില്ല എങ്കിൽ you come to Genesis chapter 27 verse 34. ഉൽപ്പത്തി പുസ്തകം 27:34 വാക്യത്തിലേക്ക് വരിക. It is written, അവിടെ എഴുതിയിരിക്കുന്നു, Oh, bless me, even me also, O my Father. അപ്പാ എന്നെയും കൂടെ അനുഗ്രഹിക്കണമേ. വായിച്ചാട്ട് ആ ലൈൻ മാത്രം വായിക്കണം. അപ്പ എന്നെയും കൂടെ അനുഗ്രഹിക്കണമേ എന്ന് അപ്പനോട് പറഞ്ഞു. Bless me, even me also, O my Father. This is the second step. ഇതാണ് രണ്ടാമത്തെ പടി. If you pray, Lord, give me a blessing. If you do not receive, കർത്താവേ എനിക്കൊരു അനുഗ്രഹം തരണമെന്ന് പ്രാർത്ഥിച്ചിട്ട് അനുഗ്രഹം ലഭിക്കുന്നില്ലെങ്കിൽ, my Father bless me also. എന്റെ അപ്പ എന്നെയും കൂടി അനുഗ്രഹിക്കണം. You bless this brother. പേരെന്തുവാ? You blessed Emmanuel. കർത്താവിനെ ഇമ്മാനുവേലിനെ അനുഗ്രഹിച്ചു. You blessed that brother. നീ ആ സഹോദരനെ You അനുഗ്രഹിച്ചു. blessed this brother. ഈ സഹോദരനെ നീ അനുഗ്രഹിച്ചു. Blessed me also. എന്നെയും കൂടി You അനുഗ്രഹിക്കണമേ. blessed that servant of God. ആ വേലക്കാരനെ നീ അനുഗ്രഹിച്ചു. You blessed that pastor. ആ പാസ്റ്ററെ നീ അനുഗ്രഹിച്ചു. You blessed that person. ഇന്ന വ്യക്തിയെ കർത്താവിനെ Bless അനുഗ്രഹിച്ചു. me also. എന്നെയും കൂടി If അനുഗ്രഹിക്കണമേ. you pray like that, ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ will he bless you or not? നിങ്ങളെ അനുഗ്രഹിക്കുമോ ഇല്ലയോ? If you have mouth, open your mouth and say. വായ ഉണ്ടെങ്കിൽ ഒന്ന് തുറന്ന് പറഞ്ഞേ. Esau prayed. യേശാവ് പ്രാർത്ഥിച്ചു. He was a backslider. താനൊരു പിന്മാറ്റക്കാരൻ. He was not good person to receive any, not having worthiness to receive any blessing. ദൈവത്തിന്റെ അനുഗ്രഹങ്ങളിൽ എന്തെങ്കിലും പ്രാപിക്കുവാൻ ഞാൻ യോഗ്യനല്ല. But he asked, Lord, you blessed my brother. Why not me? ചോദിക്കുന്നത്, കർത്താവിന്റെ സഹോദരനെ അനുഗ്രഹിച്ചില്ല, പിന്നെ എന്നെയും കൂടെ എന്തുകൊണ്ട്? Praise be to God. ദൈവത്തിന് സ്തോത്രം. Bless me also. എന്നെയും കൂടെ This അനുഗ്രഹിക്കണം. night, രാത്രി you pray, പ്രാർത്ഥിക്കുക, Lord, bless me also. കർത്താവിനെയും കൂടെ അനുഗ്രഹിക്കണം. This is second step. ഇതാണ് രണ്ടാമത്തെ പടി. If you do not receive blessing by praying in that manner also, ഇങ്ങനെയും പ്രാർത്ഥിച്ചിട്ട് അനുഗ്രഹം കിട്ടുന്നില്ലെങ്കിൽ, now come to Genesis 32 verse 26. ഉൽപ്പത്തി 32:26 വരിക. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് അവൻ പറഞ്ഞു. Yes. And he said, let me go. And he said, let me go, for the day breaketh. And he said, I will not let thee go, except thou bless me. Praise be to God. ദൈവത്തിന് സ്തോത്രം. I will not let thee go except thou bless me. നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ പോകുവാൻ വിടുകയില്ല. What a good glorious verse written in this verse. എത്ര നല്ല മഹത്വമുള്ളതായ വാക്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. Praise be to God. ദൈവത്തിന് സ്തോത്രം. I will not let you go unless you bless me. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. Do you believe that God is here? ദൈവം ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? Do you believe that God is standing by you? ദൈവം നിങ്ങളുടെ അടുത്തുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? What you should say? നിങ്ങൾ എന്ത് പറയണം? What you should say? നിങ്ങൾ എന്ത് പറയണം? Till this time, ഇതുവരെ 36 years I am. എനിക്ക് 36 വയസ്സായി. 45, 45 years. 45 വയസ്സായി. 50 years. 50 വയസ്സ്. No blessing. ഒരു അനുഗ്രഹവുമില്ല. This night, ഇന്ന് രാത്രി I will not let you unless you bless me. എന്നെ അനുഗ്രഹിച്ചല്ലാതെ നിന്നെ വിടുകയില്ല. Close your eyes. കണ്ണുകളടയ്ക്കുക. Stand on your knee. മുഴങ്കാലിൽ Open your mouth. വായ് തുറക്കുക. If you believe this verse, you will see the glory of God right now. നിങ്ങൾ ഈ വാക്ക് വിശ്വസിച്ചാൽ ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ മഹത്വം കാണും. Many years you might have gone through many curses. അനേക വർഷങ്ങൾ പല ശാപങ്ങളിലൂടെ പോയിരിക്കാം. You might have gone through many troubles. പല വർഷങ്ങളിലൂടെ പോയിരിക്കാം. Oh, how many days I have to go through these sicknesses. കർത്താവേ, ഞാൻ എത്ര നാളിങ്ങനെ രോഗിയായി കഴിയണം. They all are true, my dear brethren. ഇതെല്ലാം പ്രിയ സഹോദരങ്ങളെ വാസ്തവമായിരിക്കാം. Now close your eyes. ഇപ്പോൾ കണ്ണുകളടയ്ക്കുക. Believe this message. ഈ ദൂത് കേൾക്കുക. Open your mouth വായ് തുറക്കുക. and loudly say, ഉറക്കെ പറയുക. let your prayer may go and enter into the ears of God. നിങ്ങളുടെ പ്രാർത്ഥനാ ശബ്ദം ദൈവത്തിന്റെ കാതുകളിൽ ചെന്ന് വീഴട്ടെ. Let your prayer may go and enter into Zion. നിങ്ങളുടെ പ്രാർത്ഥന സിയോനിൽ ചെന്നെത്തട്ടെ. Oh, open your mouth. വായ് തുറക്കാം. I will not let thee go unless you bless me. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ നിന്നെ ഞാൻ വിടുകയില്ല. Loudly say, ഉറക്കെ പറയാം. everyone, ഓരോരുത്തരും servants of God, ശുശ്രൂഷകരെ, oh believers, വിശ്വാസികളെ, oh
youth. യൗവനക്കാരെ, Oh, Sunday school children. സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളെ, Oh, sick person. രോഗികളെ, Everyone. ഓരോരുത്തരുമേ Don't open your eyes. നിങ്ങൾ ദയവായി കണ്ണുകൾ തുറക്കുക. Loudly, loudly, loudly. ഉറക്കെ ഉറക്കെ ഉറക്കെ. I will not let thee unless you bless me. നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. Oh, who are standing outside of the compound. ഈ വളപ്പിന് പുറത്തു നിൽക്കുന്നവർ Please come in. അകത്ത് വരിക. Please come in. ദയവായി അകത്ത് വരിക. Best time for you. ഇത് നിങ്ങൾക്കുള്ളതായ സമയമാണ്. Best time for you. ഏറ്റവും നല്ല സമയം. Lord is here. കർത്താവ് ഇവിടെയുണ്ട്. He wants to hear your prayer. നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. Oh, those who are sitting in the chair. കസേരയിലിരിക്കുന്നവർ, If you possible stand. കഴിയുമെങ്കിൽ നിൽക്കുക. Open your mouth. വായി തുറക്കുക. Only one word. ഒരേ വാക്ക്. Only one word. ഒരേ വാക്ക്. Everyone. ഓരോരുത്തരും Servants of God, receive a blessing. ശുശ്രൂഷരെ അനുഗ്രഹങ്ങളെ പ്രാപിക്കാം. Oh, receive a blessing. അനുഗ്രഹത്തെ പ്രാപിക്കാം. Oh, open your mouth. വായി തുറക്കാം. And say unto God, ദൈവത്തോട് പറയാം, I will not let you unless you bless നീ thee. എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ വിടുകയില്ല. Oh, only few minutes. ചില നിമിഷങ്ങൾ മാത്രം. Amen. Hallelujah. Bless. അനുഗ്രഹിക്കണമേ. Only within 1 minute. ചിലവന് ഒരു മിനിറ്റ് മാത്രം. Within 1 minute. ഒരു മിനിറ്റിനുള്ളിൽ Lord will shower upon you showers of blessings. ദൈവം നിങ്ങളുടെ മേൽ അനുഗ്രഹമായി പകരും. He will shower upon you showers of blessings. അവൻ നിങ്ങളുടെ മേൽ അനുഗ്രഹത്തിന്റെ മാരി ചൊരിയും. Believe and pray. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. I will not let you unless you bless me. എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. Everyone pray. ഓരോരുത്തരും പ്രാർത്ഥിക്കുക. Hallelujah. ഇപ്പോൾ എന്നെ അനുഗ്രഹിക്കാം. ഇപ്പോൾ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാനിന്നു നിന്നെ വിടുകയില്ല. എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാനിന്നു നിന്നെ വിടുകയില്ല. എന്നെ അനുഗ്രഹിക്കാതെ ഇപ്പോൾ എന്നെ അനുഗ്രഹിക്കാം. എന്നെ അനുഗ്രഹിക്കാതെ ഇപ്പോൾ എന്നെ അനുഗ്രഹിക്കാം. എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാനിത് നിന്നെ വിടുകയില്ല. എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാനിത് നിന്നെ വിടുകയില്ല. എന്നെ അനുഗ്രഹിക്കാതെ ഇപ്പോൾ എന്നെ അനുഗ്രഹിക്കാം. എന്നെ അനുഗ്രഹിക്കാതെ ഇപ്പോൾ എന്നെ അനുഗ്രഹിക്കാം. എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാനിത് നിന്നെ വിടുകയില്ല. എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാനിത് നിന്നെ വിടുകയില്ല. എന്നെ അനുഗ്രഹിക്കാതെ ഇപ്പോൾ എന്നെ അനുഗ്രഹിക്കാം. എന്നെ അനുഗ്രഹിക്കാതെ ഇപ്പോൾ എന്നെ അനുഗ്രഹിക്കാം. എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാനിത് നിന്നെ വിടുകയില്ല. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാനിത് നിന്നെ വിടുകയില്ല. എന്നെ Praise you, Lord. Praise you, God. Praise you, God. Hallelujah. Amen. Hallelujah. God has promised us to bless us. ദൈവം നമുക്ക് നമ്മെ അനുഗ്രഹിക്കും എന്ന് വാഗ്ദത്തം തന്നിരിക്കുന്നു. We are called to inherit a blessing. നാം അനുഗ്രഹം അനുഭവിക്കുവാൻ അവകാശമാക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. The Lord shall bless you as He has promised you. കർത്താവ് നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തതുപോലെ നിങ്ങളെ അനുഗ്രഹിക്കും. And God will bless you, in other words, as He has promised your forefather Abraham, is what God spoke to Israel. കർത്താവ് തന്റെ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാമിനോട് അരുളി ചെയ്തതുപോലെ വാഗ്ദത്തം ചെയ്തതുപോലെ അവൻ നമ്മെ അനുഗ്രഹിക്കും. Now that blessing of Abraham comes on us who are not of Israel, who are called Gentiles. അതെ, അബ്രഹാമിന്റെ അനുഗ്രഹം ഈ ലോകത്തിൽ ജാതികളായിരുന്നതായ നമുക്ക് നമ്മുടെ മേൽ വരുന്നു.
How does that blessing come? എങ്ങനെയാണ് അനുഗ്രഹം വരുന്നത്? It's spoken of as the promise of the Spirit by faith. അത് വിശ്വാസത്താൽ ആത്മാവിന്റെ വാഗ്ദത്തമായി നൽകപ്പെടുന്നു. Oh, tonight we are going to be blessed. രാത്രി നാം അനുഗ്രഹിക്കപ്പെടുവാൻ പോകുന്നു. Tonight we know the source of our blessing. രാത്രി അനുഗ്രഹത്തിന്റേതായ ഉറവയെ നമ്മൾ മനസ്സിലാക്കി. Our God is the source of our blessing. നമ്മുടെ ദൈവം നമ്മുടെ അനുഗ്രഹങ്ങളുടെ ഉറവ. He will bless us as He has promised. അവൻ നമുക്ക് വാഗ്ദത്തം ചെയ്തതുപോലെ നമ്മെ അനുഗ്രഹിക്കും. Through the Lord Jesus Christ. കർത്താവായ യേശു ക്രിസ്തുവിലും. Oh, the blessing of the Lord makes us rich. ദൈവത്തിന്റെ അനുഗ്രഹം നമ്മെ വലിയവരാക്കി മാറ്റുന്നു. Oh, there is no sorrow with it. അതോടുകൂടി യാതൊരു വേദനയുമില്ല. Do you have sorrow tonight? രാത്രി നിനക്ക് വേദനകളുണ്ടോ? Do you have curses and weaknesses tonight? രാത്രി നിനക്ക് ശാപങ്ങളോ ബലഹീനതകളോ ഉണ്ടോ? Do you have trouble and distress tonight? നിനക്ക് കലക്കങ്ങളും വിഷമങ്ങളും ഉണ്ടോ? Do you want the blessing of the Lord tonight? രാത്രി നിനക്ക് കർത്താവിന്റെ അനുഗ്രഹങ്ങൾ വേണമോ? Then seek Him right now. ഇപ്പോൾ തന്നെ അവനെ അന്വേഷിക്കാൻ തുടങ്ങുക. Yes, God wants to bless you. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. But He sent Jesus, He raised Jesus and He sent Jesus to us. അതിനായി അവൻ കർത്താവായ യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് നമ്മുടെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു. Oh, so that He may cleanse us from our iniquity. നമ്മുടെ അകൃത്യങ്ങളിൽ നിന്ന് നാം കഴുകി ശുദ്ധീകരിക്കപ്പെടുവാൻ Only Jesus can cleanse you. യേശുവിന് മാത്രമേ നിങ്ങളെ കഴുകുവാൻ കഴിയൂ. He hates iniquity. അവൻ അകൃത്യത്തെ ദ്വേഷിക്കുന്നു. Oh, the iniquity separates you from God. അകൃത്യം നിന്നെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു. Oh, put away your sin. ആകയാൽ പാപം നീക്കിക്കളയുക. Put away your offense. നിന്റെ ലംഘനങ്ങളെ നീക്കിക്കളയുക. Put away your transgression. നിന്റെ അതിക്രമങ്ങളെ നീക്കുക. Put away your iniquity. നിന്റെ അകൃത്യങ്ങളെ നീക്കുക. Oh, repent tonight. രാത്രി അനുദപിക്കുക. Oh, the Lord is going to bless you. കർത്താവ് നിന്നെ അനുഗ്രഹിക്കുവാൻ പോകുന്നു. He is going to bless you with the spiritual blessings first. അവൻ നിന്നെ ഉയർത്തിൽ ആത്മീയ അനുഗ്രഹങ്ങളാൽ അനുഗ്രഹിക്കാൻ Oh, പോകുന്നു. He is coming upon you. അത് നിന്റെ മേൽ വരുന്നു. His blessing is coming upon you. അവന്റെ അനുഗ്രഹങ്ങൾ നിന്റെ മേൽ വരുന്നു. Oh, you are not going to be brought low. നീ ഒരിക്കലും താഴ്ച പ്രാപിക്കുകയില്ല. Jesus who hates iniquity, യേശു അനകൃത്യങ്ങളെ വെറുക്കുന്ന He is going to bring you up high. അവൻ നിന്നെ ഉയർത്താൻ പോകുന്നു. Higher and higher. ഉയരത്തിലേക്ക് To the ഉയരത്തിലേക്ക് heavenly places. സ്വർഗസ്ഥലങ്ങളോ Open your heart. ഹൃദയം ഉയർത്തുക. Oh, He's going to bless you. നിന്നെ അനുഗ്രഹിക്കുവാൻ പോകുന്നു. Oh, right now He's coming to you. ഇപ്പോൾ തന്നെ അവൻ നിന്റെ അടുക്കൽ വരുന്നു. He says He's going to bless you. അവനിതാ നിന്നെ അനുഗ്രഹിക്കുവാൻ Oh, പോകുന്നു. He's going to bless your family. നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കുവാൻ Oh, പോകുന്നു. He's going to bless your job. നിന്റെ ജോലി അനുഗ്രഹിക്കുവാൻ He's പോകുന്നു. going to bless your financial status. നിന്റെ സാമ്പത്തിക സ്ഥിതി അനുഗ്രഹിക്കുവാൻ Oh, പോകുന്നു. He's going to meet your needs. നിന്റെ ആവശ്യങ്ങളെ നിറവേറ്റുവാൻ He's പോകുന്നു. going to heal your sickness. രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ Oh, പോകുന്നു. come to Jesus. യേശുവിലേക്ക് വരിക. He's taking you higher അവൻ നിന്നെ ഉയരത്തിലേക്ക് എത്തിക്കാൻ to പോകുന്നു. be with Him in His kingdom. തന്റെ രാജ്യത്തിലെത്തുവാൻ ഒക്കെ വേണം. Oh, promotion comes from the Lord. ഉയർച്ച കർത്താവിൽ നിന്ന് വരുന്നു. He's taking you to be with Him. അവൻ നിന്നെ തന്നോടുമായിരിക്കും. All workers of iniquity. All workers of iniquity അകൃത്യം പ്രവർത്തിക്കുന്നവരെ cannot enter the kingdom of God. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. Oh, put away every iniquity tonight. രാത്രി അകൃത്യം നീക്കിക്കളയാം. Hallelujah, hallelujah, hallelujah. Lord, mercy, mercy, mercy. The name of Jesus. Hallelujah, hallelujah. Deliver, deliver, deliver. Oh, deliver, deliver. Oh, cleanse with the blood, O Lord. Cleanse with the blood, Jesus. Oh, cleanse with the blood, Jesus. Oh, cleanse of every iniquity. Hallelujah, hallelujah. Bless the God, bless the God. Hallelujah, hallelujah. Hallelujah, 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 hallelujah. Oh, hallelujah. Lay your iniquity upon Jesus. യേശുവിന്റെ മേൽ ഇട്ടുകളക. He bore your iniquity. അകൃത്യങ്ങളെ അവൻ ചുമന്നു.
He was bruised for your iniquities. He was bruised for അവൻ your... നിന്റെ അകൃത്യങ്ങൾക്കായി തകർന്നു. Oh, He's taken it all. അവൻ നമ്മെല്ലാവരെ ബലപ്പെടുത്തുന്നു. Confess and forsake it. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. Then you lay it upon Jesus. അവൻ യേശുവിനെ മേൽ വയ്ക്കുമ്പോൾ Oh, you're going to be set free. അവൻ നിന്നെ സ്വതന്ത്രരാക്കുവാൻ പോകുന്നു. You're not going to be separated from God anymore. ഇനി ഒരിക്കലും നീ ദൈവത്തിൽ നിന്ന് അകന്നിരിക്കില്ല. Oh, He's going to remove your iniquity. നിന്റെ അകൃത്യങ്ങൾ അവൻ മാറ്റുവാൻ പോകുന്നു. You're going to come near to God. Come near to God. ദൈവത്തോട് അടുത്ത് വരിക. Open your heart. ഹൃദയം തുറക്കുക. His blood will bring you near. അവന്റെ രക്തം നിന്നെ അടുപ്പിക്കും. Oh, let the blood of Jesus cleanse you. യേശുവിന്റെ രക്തം നിന്നെ കഴുകട്ടെ. Amen. He's redeeming you. അവൻ നിന്നെ വീണ്ടും He's തനിക്കുന്നു. redeeming you. അവൻ നിന്നെ വീണ്ടെടുക്കുന്നു. Oh, He's setting you. Redeeming you means He's setting you free. അത് അവൻ നിന്നെ വീണ്ടെടുത്ത് നിന്നെ സ്വതന്ത്രരാക്കുന്നു. Oh, believe His redeeming power. അവന്റെ വീണ്ടെടുപ്പിന്റെ ശക്തിയെ വിശ്വസിക്കുക. Believe His redeeming power. വീണ്ടെടുപ്പിന്റെ ശക്തിയെ വിശ്വസിക്കുക. Hallelujah, 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 hallelujah. Hallelujah, hallelujah, hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Satan, who is the author of all that iniquity, സാത്താൻ എല്ലാ അകൃത്യങ്ങളുടെയും ഉത്ഭവസ്ഥാൻ. he is running away. അവനിതാ He is ഓടിപ്പോകുന്നു. running away. അവൻ ഓടിപ്പോകുന്നു. All those who are repenting, മനസ്സ് അനുദപിക്കുന്നവർ, those who have been cleansed by His blood, തന്റെ രക്തത്താൽ കഴുകപ്പെട്ടവർ, those who are opening their mouth, തങ്ങളുടെ വായ് തുറക്കുന്നവർ, and those who are praying, പ്രാർത്ഥിക്കുന്നവർ, Satan is fleeing from you. സാത്താൻ നിന്നെ വിട്ടോടുന്നു. The Lord is coming to you. കർത്താവിന്റെ അടുക്കൽ വരുന്നു. Only those who are opening their mouth and asking a blessing. അത് തങ്ങളുടെ വായ് തുറന്ന് അനുഗ്രഹം ചോദിക്കുന്നവർ മാത്രം. Only for such is blessing right now. അങ്ങനെയുള്ളവരെ മാത്രം അവനിപ്പോൾ Oh, ask for a blessing. അനുഗ്രഹം യാചിക്കാം. Oh, don't let, Lord, I will not leave you, oh നീ God, എന്നെ അനുഗ്രഹിച്ചല്ലാതെ വിടുകയില്ല. till you bless നീ me. എന്നെ അനുഗ്രഹിക്കും വരെ Come out of your backslidden state. നിന്നെ പിന്മാറ്റം വിട്ടു വരിക. He's going to bless you. നിന്നെ അനുഗ്രഹിക്കുവാൻ പോകുന്നു. He's going to restore you. നിന്നെ അവൻ ബലപ്പെടുത്തുവാൻ പോകുന്നു. Oh, He wants to bless you. നിന്നെ അനുഗ്രഹിക്കുവാൻ അവൻ He ആഗ്രഹിക്കുന്നു. wants to heal you. നിന്നെ സൗഖ്യമാക്കുവാൻ You ആഗ്രഹിക്കുന്നു. are created for His pleasure. തന്റെ ആനന്ദത്തിനായി നിന്നെ സൃഷ്ടിച്ചു. He has created you to bless you. അവൻ നിന്നെ അനുഗ്രഹിക്കുവാൻ സൃഷ്ടിച്ചു. Oh, He's coming with His heavenly blessing. സ്വർഗാനുഗ്രഹങ്ങളുമായി നിന്റെ അടുക്കൽ വരുന്നു. Oh, nothing can stop Him. അത് തടുക്കുവാൻ ആർക്കുമാവില്ല. He's blessing you. നിന്നെ അനുഗ്രഹിക്കുന്നു. He's blessing you. നിന്നെ അനുഗ്രഹിക്കുന്നു. He's blessing you. അനുഗ്രഹിക്കുന്നു. എന്നെ അനുഗ്രഹിക്കാതെ വായ്പകൾ എന്നെ അനുഗ്രഹിക്കാം. എന്നെ അനുഗ്രഹിക്കാതെ വായ്പകൾ എന്നെ അനുഗ്രഹിക്കാം. എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാനിന്നു നിന്നെ വിടുകയില്ല. എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാനിന്നു നിന്നെ വിടുകയില്ല. എന്നെ അനുഗ്രഹിക്കാതെ വായ്പകൾ എന്നെ അനുഗ്രഹിക്കാം. എന്നെ അനുഗ്രഹിക്കാതെ വായ്പകൾ എന്നെ അനുഗ്രഹിക്കാം. എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാനിന്നു നിന്നെ വിടുകയില്ല. എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാനിന്നു നിന്നെ വിടുകയില്ല. എന്നെ അനുഗ്രഹിക്കാതെ വായ്പകൾ എന്നെ അനുഗ്രഹിക്കാം. എന്നെ അനുഗ്രഹിക്കാതെ വായ്പകൾ എന്നെ അനുഗ്രഹിക്കാം. എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാനിന്നു നിന്നെ വിടുകയില്ല. എന്നെ